Good evening, everyone. Good evening, sir. 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 Good evening. Good evening, sir. Silent prayer. എന്നാലും ഒരു ദിവസം ഗ്യാപ്പ് വന്നതല്ലേ, ആ ടോപ്പിക് ഒന്ന് പെട്ടെന്ന് ടോപ്പിക്കും അമംഗ്ലീറ്റ്സ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് അല്ലേ ചെയ്യുന്നത്. അമംഗ്ലീറ്റ്സ് ഡബിൾ ബോണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സുഹൈല് പറഞ്ഞോട്ടെ. Write the IUPAC name of this compound. Suhail. സാറ് ചെയ്തോട്ടെ. ചെയ്തു നോക്കാനൊന്നും ഇല്ലടാ, നോക്കി പറയാവുന്നോ. ചെയ്തു നോക്കാനുള്ള ചെയ്തു നോക്കാൻ. 1 അല്ല ചാൻസ് ഉള്ളൂ കേട്ടോ, ഒറ്റ ചാൻസ് ഉള്ളൂ. പ്രോപ്പ് 1 PNE. ശരിയാണോ അത്? മുഹമ്മദ് അമാൻ കഴിഞ്ഞ ക്ലാസ്സിലില്ലായിരുന്നു. കേട്ടില്ല? ക്ലാസ്സിലില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലില്ലായിരുന്നു. റെക്കോർഡ് വന്നില്ല. വന്നില്ല. അതിന് മുമ്പ് ചോദിക്കാം. ആയിക്കോട്ടെ, വിളിച്ചറിയാൻ. Write the structural formula of structural formula പഠിച്ചിട്ടില്ലായിരുന്നു. IUPAC name structural formula എഴുതണം. Write the structural formula of 2,4-diethyl. അറിയില്ല. മുഹമ്മദ് അമാൻ അറിയില്ല. പഠിപ്പിച്ചപ്പോ ഉണ്ടായിരുന്നോ അത്? ഉണ്ടായിരുന്നു. അഹമ്മദ് അബ്ദുൽ കരീം സാർ ഞാൻ 3 ദിവസം ക്ലാസ്സിലുണ്ടായിരുന്നു. ക്ലാസ്സിൽ ഇല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണിച്ചിട്ടേ മോനെ. സമയം കിട്ടിയായിരുന്നു. ഒരു ക്ലാസ് കണ്ടു സാർ. ഒരു സ്ഥലം വരെ പോയേക്കായിരുന്നു. ഇന്ന് എലിസബത്ത് 5 carbons. Single bonded. Second carbonil ഒരു ബ്രാഞ്ച്. ഏത് ബ്രാഞ്ച്? മെത്തൈൽ. CH3 ബ്രാഞ്ച്. ഫോർത്ത് കാർബണിലും
സെയിം ബ്രാഞ്ച്. സെയിം ബ്രാഞ്ച്. ബാക്കി വാലൻസി കംപ്ലീറ്റ് ചെയ്തു. CH3, CH3, CH, CH, CH2, CH2, CH, CH3. CH. ശരിയാണോ അത്? ശരിയാണ്. ആദിൽ കെ അബ്ദുൽ സലാം. Write the structural formula of butene. 4 കാർബൺ. രണ്ടാമത്തെ കാർബണിന്റെ ഇപ്പറ ട്രിപ്പിൾ ബോണ്ട്. അപ്പറ. ബാക്കി ബോണ്ടുകളോ? ഫസ്റ്റ് CH3. അവിടെ CH. ഇവിടെ CH. അപ്പുറം CH. അപ്പുറം CH3. ശരിയാണോ? ബിലാൽ കിട്ടി. ബിലാൽ നാസർ. വേണ്ടല്ലോ. വേണ്ട. എവിടെ വേണ്ട? ട്രിപ്പിൾ ബോണ്ടിന്റെ എവിടെ? ലെഫ്റ്റിലാണോ റൈറ്റിലാണോ? രണ്ടിൽ വെച്ച് വേണ്ട. ശരിയായോ? അതിലെ മനസ്സിലായോ? അയാൻ അഭിപ്രായം. അല്ലെങ്കിൽ വേണ്ട. ഇനിയിപ്പോ സെയിം ടൈപ്പ് തന്നെ സമയം വേസ്റ്റ് ചെയ്യണ്ട. സോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ടോപ്പിക് about the nomenclature of unsaturated hydrocarbons. Unsaturated hydrocarbons nomenclature ആണ്. അപ്പൊ അതിന് സ്റ്റെപ്പ് ഒക്കെ പഠിച്ചു കേട്ടോ. വേർഡ് റൂട്ട് പ്ലസ് പൊസിഷൻ ഓഫ് ബോണ്ട് പ്ലസ് സഫിക്സ്. അതിന്റെ സ്റ്റെപ്പ് അതാണ്, റൂൾസ് അതാണ്. വേർഡ് റൂട്ട് എത്ര കാർബൺ ഉണ്ട്, ദെൻ പ്ലസ് ഏത് കാർബണിന്റെ പൊസിഷനിലാണ്. അതിനുവേണ്ടി നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് നമ്പർ ചെയ്ത് നോക്കണം. എന്നിട്ട് ബോണ്ടുള്ള അത്രയും 2 കാർബൺ ആറ്റത്തിലുള്ള നമ്പേഴ്സിൽ ഏറ്റവും ലോവസ്റ്റ് നമ്പർ എടുക്കും. ആ ലോവസ്റ്റ് നമ്പർ കൊടുത്തിട്ട് ഡബിൾ ബോണ്ട് ആണെങ്കിൽ ENE, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE. ക്ലിയർ ആണല്ലോ? നോമെൻക്ലേച്ചറിൽ വേറെ സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് ആൽക്കെയിൻസിന്റെ ഡെഫിനിഷൻ പഠിച്ചു. ആൽക്കെയിൻ പറയാൻ പറ്റുമോ? ആൽക്കെയിൻസിന്റെ ഡെഫിനിഷൻ നോക്കാണ്ട് പറയാൻ പറ്റുമോ? ആൽക്കെയിൻസിന്റെ ഡെഫിനിഷൻ അയാൻ പറഞ്ഞു. ആൽക്കെയിൻസിന്റെ ഡെഫിനിഷൻ. Sir, hydrocarbons having single bond between them. ഹൈഡ്രോകാർബൺസിന് മുമ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഡെഫിനിഷനിൽ? ഇർഫാൻ നോക്കട്ടെ എന്താണ് ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസ്. വെരി ഗുഡ്. ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസ് എന്നുള്ളൊരു വേർഡ് ഉണ്ടായിരുന്നു. അതിന്റെ ഓപ്പൺ ചെയിൻ നമ്മൾ എന്താ പറഞ്ഞത്? ഓപ്പൺ ചെയിൻ എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടുള്ള ചെയിൻ ആണ്. അതിൽ 2 എൻഡിലുള്ള കാർബൺ ആറ്റംസ് ഫ്രീ ആയിരിക്കും. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാം ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസ് ആണ്. കുറെ കോമ്പൗണ്ട്സ് പഠിച്ചു. ഇതൊക്കെ ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസ് ആണ്. ഇനി വേറൊരു ടൈപ്പ് ഹൈഡ്രോകാർബൺസ്, അതിനെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്തായിരുന്നു ആ പഠിപ്പിച്ച സമയത്ത്. രണ്ടാമത്തെ ടൈപ്പ് ചെയിൻ ആണ്. എന്തായിരിക്കും? ഓപ്പൺ ആണെങ്കിൽ മറ്റേത് ഏതായിരിക്കും? ക്ലോസ്ഡ് ചെയിൻ. സെക്കൻഡ് വൺ ആണ്, സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ക്ലോസ്ഡ് ചെയിൻ ഹൈഡ്രോകാർബൺസ്. ക്ലോസ്ഡ് ചെയിൻ ഹൈഡ്രോകാർബൺസിനെ തന്നെ നമ്മൾ റിംഗ് ഹൈഡ്രോകാർബൺസ് എന്ന് പറയാറുണ്ട്. റിംഗ് കോമ്പൗണ്ട്സ്, റിംഗ് എന്ന് പറയാറുണ്ട്. സൈക്ലിക് എന്നും പറയാറുണ്ട്. 3 രീതിയിൽ തന്നെ പറയും. ക്ലോസ്ഡ് ചെയിൻ ഹൈഡ്രോകാർബൺസ്, സൈക്ലിക് കോമ്പൗണ്ട്സ്, സൈക്ലിക് ഹൈഡ്രോകാർബൺസ്, റിംഗ് ഹൈഡ്രോകാർബൺസ്. ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പ് ഓഫ് ക്ലോസ്ഡ് ചെയിൻ രണ്ടായിട്ട് മെയിൻലി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പേര് കുറച്ച് അൺഫെമിലിയർ ആയിരിക്കും, എന്നാലും നിങ്ങൾ പഠിച്ചേ പറ്റും, വേറെ രക്ഷയൊന്നുമില്ല. ഫസ്റ്റ് വൺ ആലിസൈക്ലിക്.
alicyclic hydrocarbons. ALI. Alicyclic എന്നല്ല കേട്ടോ, alicyclic എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. ALI മാത്രം പ്രൊണൗൺസ് ചെയ്യുമ്പോൾ അലി എന്നല്ലേ പറയുള്ളൂ അല്ലെ. Alicyclic hydrocarbons. Then second one, aromatic. Aromatic hydrocarbons. രണ്ട് ടൈപ്പ്. നമുക്ക് ഇവരുടെ ഡീറ്റെയിൽ നോക്കാനുള്ളൂ. ക്ലോസ്ഡ് ചെയിൻ എന്തെങ്കിലും ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു? ഏതെങ്കിലും കോമ്പൗണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു? വരച്ച് കാണിച്ചു തന്നായിരുന്നു? ഇല്ല, ഒന്നും കാണിച്ചില്ല. അതിലോട്ട് പോവാം. ഓക്കെ, സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. ഒന്ന്, ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞൊരു ഹൈഡ്രോകാർബൺസ് ഉണ്ട്. അപ്പൊ ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബണിന്റെ ഡെഫിനിഷൻ നമുക്ക് എന്ത് കൊടുക്കുകയായിരിക്കും? എന്തായിരിക്കും ഒരു ഡെഫിനിഷൻ? അല്ലെങ്കിൽ അവരെ നമ്മൾ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും? അവരുടെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും അല്ലെ. ക്ലോസ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഫ്രീ എൻഡ് ഉണ്ടാവില്ല. ഓപ്പൺ ചെയിനിൽ രണ്ട് ഫ്രീ എൻഡ് ഉണ്ടായിരുന്നു, അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ ഫ്രീ എൻഡ് ഉണ്ടായിരുന്നു. ക്ലോസ്ഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ഈ ഫ്രീ എൻഡ് തമ്മിൽ ജോയിൻ ആവും. അപ്പോഴാണ് നമുക്ക് ക്ലോസ്ഡ് ചെയിൻ കിട്ടുന്നത്. ഇനി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. CH4 ഇത് എന്ത് ചെയിൻ? ഇത് CH4 ഓപ്പൺ ചെയിൻ ആണോ ക്ലോസ്ഡ് ചെയിൻ ആണോ? ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ? കൈകൊണ്ട് അടിച്ചാൽ ഓപ്പൺ ചെയിൻ ആണോ അല്ലെങ്കിൽ ക്ലോസ്ഡ് ചെയിൻ ആണോ? ഓപ്പൺ ചെയിൻ ആട്ടെ ഫസ്റ്റ്, ക്ലോസ്ഡ് ചെയിൻ സെക്കൻഡ്. അതിൽ ഏതായത്? എല്ലാരും ക്ലോസ്ഡ് ചെയിൻ എന്ന് പറയുന്നത്. ഇത് ഓപ്പൺ ചെയിൻ ആണ് കേട്ടോ, ഇത് ഓപ്പൺ ചെയിൻ ആണ്. CH4 എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഓപ്പൺ ചെയിൻ ആണ്. എന്ന് വെച്ചാൽ ഇതില് ചെയിൻ എന്ന് പറയാൻ പറ്റില്ല, ഒറ്റ എലമെന്റ് ഉള്ളൂ, ഒറ്റ കാർബൺ ഉള്ളൂ. ഇത് ഓപ്പൺ ചെയിൻ ആണ്. രണ്ടാമത്തെ നോക്കാം, CH3. ഇത് ഓപ്പൺ ചെയിൻ ആണോ ക്ലോസ്ഡ് ചെയിൻ ആണോ? അല്ലെ, ഓപ്പൺ ചെയിൻ ആണ്. ഓപ്പൺ ചെയിൻ ആണ്. ഇതിനെ ക്ലോസ്ഡ് ചെയിൻ ആക്കാൻ പറ്റുമോ നമുക്ക്? പറ്റോ? ഞാൻ ഇതിന്റെ ഒരു ഡയഗ്രാം വരച്ച് കാണിച്ചാൽ, ഈ രണ്ട് കാർബണുള്ള കോമ്പൗണ്ടിന് നമുക്ക് ഒരു രണ്ട് കാർബണുള്ള കോമ്പൗണ്ട് ഇങ്ങനെ വരച്ചെന്ന് വിചാരിക്കും. എന്നുവെച്ചാൽ അതില് ഈ എൻഡിൽ ഒരു കാർബണും ഈ എൻഡിൽ ഒരു കാർബണും സങ്കല്പിക്കും. ഇതിനെ ക്ലോസ്ഡ് ആക്കാൻ പറ്റും? സ്ട്രേറ്റ് ലൈൻ നമുക്ക് ക്ലോസ്ഡ് ആക്കാൻ പറ്റും? ക്ലോസ്ഡ് ആക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയമായിരിക്കും, എനിക്ക് ഇങ്ങനെ വരച്ചാൽ പോരുന്നുണ്ടോ? ഇങ്ങനെ വരച്ച ക്ലോസ്ഡ് ആയില്ലേ? പക്ഷെ അത് പറ്റില്ല കേട്ടോ. ഇതും ഓപ്പൺ ചെയിൻ ആണ്. അപ്പൊ ഒരു കാർബണുള്ള കോമ്പൗണ്ടിന് ഓപ്പൺ ചെയിൻ ഇല്ല, രണ്ട് കാർബണുള്ള കോമ്പൗണ്ട് ഓപ്പൺ ചെയിൻ ഇല്ല. ഈ മൂന്ന് കാർബണുള്ള നോക്കാം. മൂന്ന് കാർബണുള്ള കോമ്പൗണ്ട് CH3, CH2, CH2 ഓപ്പൺ ചെയിൻ ആണുള്ള സംശയമൊന്നുമില്ലല്ലോ. ഇതിനെങ്ങനെ ക്ലോസ്ഡ് ആക്കും? കാർബൺ ട്രയാംഗിൾ ഷേപ്പിൽ വരച്ചാൽ പോരെ? ട്രയാംഗിൾ ഷേപ്പിൽ കാർബൺ ആയിരിക്കും. അപ്പൊ മാത്തമാറ്റിക്സ് നോക്കി. ഇനി മാത്തമാറ്റിക്സ് തന്നെ കളിയാണ് പുള്ളി. ട്രയാംഗിൾ ഷേപ്പിൽ ഞാൻ മൂന്ന് സൈഡിൽ കാർബൺ കൊടുത്തു. ഇതിനെ ഇങ്ങനെ ജോയിൻ ചെയ്തപ്പോ മൂന്ന് കാർബൺ ഒരു ക്ലോസ്ഡ് ഫിഗർ ആയി. ഇതാണ് ഫസ്റ്റ് ക്ലോസ്ഡ് ചെയിൻ ഹൈഡ്രോകാർബൺ. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 3 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിൽ നമ്മൾ ബാലൻസ് നോക്കാനാണെങ്കിൽ എത്ര വരുമായിരിക്കും? എത്ര ഹൈഡ്രജൻ വെച്ച് നമ്മൾ കൊടുക്കും എല്ലാത്തിലും? നോക്കി, ഒരു കാർബൺ എടുത്ത് ഫസ്റ്റ് മുകളിലുള്ള കാർബൺ എടുത്ത് ഇതിലിപ്പോൾ ഓൾറെഡി എത്ര ബോണ്ട് വന്നിട്ടുണ്ട്? അതുകൊണ്ട് പെട്ടെന്ന് കാണിച്ചോട്ട് കൈ 2 ബോണ്ട് വന്നാണ്. ഇനി എത്ര ബോണ്ട് കൂടി വേണം? 2 ബോണ്ട് കൂടി വേണം. സോ നമ്മൾ എന്ത് ചെയ്യും? 2 ബോണ്ടിനെ കാണിക്കാൻ എന്തിട്ട് കൊടുക്കും? ഹൈഡ്രജൻ യൂസ് ചെയ്തിട്ട് അതിന്റെ ബാലൻസ് സാറ്റിസ്ഫൈ. അപ്പൊ CH2. സിമിലർലി ബാക്കി രണ്ടും താഴെയും രണ്ട് സൈഡിലുള്ള ആൾക്കാർക്കോ അവിടെ ഇത് തന്നെയാണോ? അതെ അല്ലെ, രണ്ടിലും 2 ബാലൻസ് വെച്ചാണ് വന്നേക്കുന്നത്. അപ്പോൾ CH2 ആണ് ക്ലോസ്ഡ് ചെയിനിലെ ഫസ്റ്റ് കോമ്പൗണ്ട്. സെക്കൻഡ് വൺ നോക്കാം. നിങ്ങൾക്ക് അങ്ങോട്ട് എല്ലാം പറയാൻ പറ്റും കേട്ടോ. ഇനി 4 കാർബണുള്ള കോമ്പൗണ്ട് CH3, CH2, CH2, CH3 ഓപ്പൺ ചെയിൻ ആണ്. ഇതിന് ക്ലോസ്ഡ് ആക്കുമ്പോൾ ഏത് ഷേപ്പിൽ വരും? റെക്ടാംഗിൾ ഓർ സ്ക്വയർ ഷേപ്പിൽ. സ്ക്വയർ ഷേപ്പിൽ തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് 4 സൈഡ്സിൽ കാർബൺ വരയ്ക്കും. ഒരു റെക്ടാംഗിൾ അല്ലെങ്കിൽ സ്ക്വയറിനെ പോലെ 4 വെർട്ടീസസിൽ കാർബൺസിനെ വരയ്ക്കും. ഞാൻ ഇതിൽ ബോണ്ട് കൊടുക്കണം. സിംഗിൾ ബോണ്ട് ക്ലോസ്ഡ് ചെയിൻ ആയി. ഇനി എല്ലാ കാർബൺ ആറ്റത്തിലും എത്ര ഹൈഡ്രജൻ വെച്ച് കൊടുക്കണം?
നോക്കിക്കോ, ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കിക്കോ. ഫസ്റ്റ് കാർബൺ ഇപ്പൊ ഓൾറെഡി 2 ബോണ്ട് ആയിട്ടുണ്ട്, ഇനി 2 ബോണ്ട് വേണം, അപ്പൊ CH2. ഇതുപോലെ തന്നെ സെക്കൻഡ് എടുത്താലും അത് 2 ബോണ്ട് ആയിട്ടുണ്ട്, ഇനി 2 ബോണ്ട് വേണം, CH2 CH2 CH2. ഇനി 5 കാർബണുള്ള ഒരു കോമ്പൗണ്ട് വരയ്ക്കുവാണ്, അതിന്റെ ഷേപ്പ് എന്തായിരിക്കും? പെന്റഗൺ. പെന്റഗൺ കണ്ടിട്ടുണ്ട്. പെന്റഗന്റെ ഷേപ്പിലായിരിക്കും അത് നമ്മൾ വരയ്ക്കുന്നത്. 6 ആണെങ്കിലോ ഹെക്സഗന്റെ ഷേപ്പ്. ഇനി 7 ഉണ്ട് കേട്ടോ, 7 വേറെ ഷേപ്പ് ആയിരിക്കും. 8 ഉണ്ട്, 9 ഉണ്ട്, ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പൊക്കോണ്ടിരിക്കും. 10, 11, 12, 13 അത്രയും വലിയ കാർബൺ ആറ്റംസ് ഉള്ള കോമ്പൗണ്ട് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയിൻ പോലെ തന്നെ. അശ്വതേ ഏകദേശം സർക്കിൾ പോലെ തന്നെ വല്ലതും ഉണ്ടോ? സർക്കിൾ പോലെ വരൂല, അങ്ങനെ സർക്കിൾ പോലെ വരില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, സർക്കിൾ പോലെ വന്നെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വന്നാലും സർക്കിൾ ആവൂല. സർക്കിൾ പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ കോമ്പൗണ്ട് വരില്ല. കൃത്യ ഷേപ്പ് വരണമെന്നുണ്ടോ? കൃത്യ ഷേപ്പ് വരണമെന്നില്ല, എന്നാലും നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി നമ്മൾ ഈ ഷേപ്പ് ഫോളോ ചെയ്യുന്നത് കോമ്പൗണ്ടിന്. പിന്നെ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്, ഇതിന് സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്നൊക്കെ പറയും. ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ ഈ ഒരു രീതിയിലാണ് വരാൻ ചാൻസ് ഉള്ളത്. നിങ്ങൾ ഇനി കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് പോയിക്കുമ്പോൾ സെൽസ് പഠിക്കും. ബയോളജിയിൽ സെൽസ് പഠിച്ചില്ലേ? സെല്ലിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കുന്നത്? എന്തിന്റെ ഷേപ്പിലാണ്? ഹെക്സഗൺ അല്ലേ? പെന്റഗൺ ആണോ? 6 സൈഡിൽ 4 ചുറ്റി ഇങ്ങനെ വരയ്ക്കുന്ന സെല്ലിന്. അപ്പൊ ഇതുപോലത്തെ പല സ്ട്രക്ചേഴ്സും ഇതിന് ഇങ്ങനെ സെല്ല് വരയ്ക്കും അല്ലെ? അപ്പൊ പല സ്ട്രക്ചേഴ്സും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിഗറിലേക്ക് മാറും. ട്രയാങ്കിൾ, പെന്റഗൺ. ബയോളജിയിൽ ആയതുകൊണ്ട് അത് ഹെക്സഗൺ ഷേപ്പിലാണ് സെല്ല് ഇരിക്കുന്നത്. നിങ്ങളൊരു മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്താലും ഹെക്സഗൺ ഷേപ്പിലാണ്, പക്ഷെ ഇറഗുലർ ഒക്കെ ആയിരിക്കും കേട്ടോ. ഏകദേശം ഈ ഷേപ്പ് ആയിരിക്കും. ഇതിന്റെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുവാണ്, ഷേപ്പ് ഓഫ് എ ബയോളജിക്കൽ സെല്ല്, ഈ ഷേപ്പ് കിട്ടുള്ളൂ, ഈ ഷേപ്പ് കാണിക്കുള്ളൂ. ഈ ഷേപ്പിൽ പല രീതിയിൽ വരും കേട്ടോ. ചിലപ്പോൾ ഇതിന് നീട്ടം കൂടുതലായിരിക്കും, ഇതിന് കുറച്ച് നീട്ടം കുറവായിരിക്കും, ഇങ്ങനെയൊക്കെ വരും, ഇങ്ങനത്തെ ഷേപ്പിലേക്ക് വരും. അല്ല ഏകദേശം ഒരു ഹെക്സഗൺ അല്ലേ? കഴിയുമ്പോൾ ഹെക്സഗൺ ഷേപ്പ് ആയിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കോമ്പൗണ്ട്സിന്, താഴെയുള്ള കോമ്പൗണ്ട്സിന് ഈ ഏകദേശം ഈ ഷേപ്പ് ഫോളോ ചെയ്യും. ട്രയാങ്കിൾ ഷേപ്പ്, സ്ക്വയർ ഷേപ്പ്, പെന്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ. ഓക്കെ, ഇവരുടെ നെയിമിംഗ് കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇതാണ് ഫസ്റ്റ് കോമ്പൗണ്ട് കേട്ടോ. ഇതാണ് ഫസ്റ്റ് കോമ്പൗണ്ട്, ക്ലോസ്ഡ് ചെയിൻ. ഇതിന്റെ പേരെന്താ? 3 കാർബണുള്ള ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടിന്റെ പേരെന്താ? അതിൽ അബ്ദുൽ സലാം, 3 കാർബണുള്ള ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടിന്റെ പേരെന്താ? 3 കാർബണുള്ള 3 കാർബൺ മണ്ണെന്ന് എഴുതി. പ്രൊപ്പി. ഏനിയാണോ ഈനിയാണോ ഐനിയാണോ? ഏനി. പ്രൊപ്പെയിൻ എന്ന് പറയും. ഇനി നമുക്ക് ഇതിന്റെ ക്ലോസ്ഡ് നോക്കാം. 3 കാർബണുള്ള ക്ലോസ്ഡ് ചെയിൻ, ഒറ്റ വ്യത്യാസമുള്ളൂ കേട്ടോ. എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സൈക്ലോ എന്ന് പറഞ്ഞൊരു ടേം ചേർക്കും പെന്റേന് മുമ്പായിട്ട്, പ്രിഫിക്സ് ആയിട്ട്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ മുമ്പ്, കുറെ കണ്ടുള്ളൂ പ്രിഫിക്സ്, സഫിക്സ് ഒക്കെ കണ്ടുള്ളൂ. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ മുമ്പ്, പെന്റേന് മുമ്പ്, വേർഡ് റൂട്ടിന് മുമ്പ് ഒരു സൈക്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോമ്പൗണ്ടിന്റെ പേര് സൈക്ലോപ്രൊപ്പൈൻ. സൈക്ലോ പോലെ ഇരിക്കുന്ന പ്രൊപ്പൈൻ, വട്ടത്തിലുള്ള പ്രൊപ്പൈൻ. ഇനി അടുത്ത കോമ്പൗണ്ട്, ഈ ഓപ്പൺ ചെയിന്റെ പേരെന്താ? 4 കാർബണുള്ള ഓപ്പൺ ചെയിന്റെ പേരെന്താ? അൽഫിയ സിദ്ദീഖ്. 4 കാർബണുള്ള ഓപ്പൺ ചെയിന്റെ കോമ്പൗണ്ട് പേര് ബ്യൂട്ടെയിൻ എന്ന് പറയേണ്ട, ബ്യൂട്ടെയിൻ നിങ്ങൾ ഫുൾ ആയിട്ട് പറഞ്ഞു. ബ്യൂട്ടെയിൻ എന്നാണ് കോമ്പൗണ്ടിന്റെ പേര്. ഇതിന്റെ സൈക്ലിക് ആയി കഴിയുമ്പോഴോ, ഇതിന്റെ സൈക്ലിക് കോമ്പൗണ്ട് ആയാലോ അയാളുടെ പേരെന്തായിരിക്കും? ഗൗരി, എന്നൊരു കാര്യമുള്ള പേര് സൈക്ലോബ്യൂട്ടൈൻ. 5 കാർബണുള്ള സൈക്ലിക് കോമ്പൗണ്ട് പേരെന്തായിരിക്കും? ശ്രേയ, 5 കാർബണുള്ള കോമ്പൗണ്ട്. 5 കാർബണുള്ള സൈക്ലിക് കോമ്പൗണ്ട് പേര്? സൈക്ലോപെന്റെയിൻ. റബീസെ, 6 കാർബണുള്ള 6 കാർബണുള്ള സൈക്ലിക് കോമ്പൗണ്ട് പേരെന്തായിരിക്കും? സൈക്ലോഹെക്സൈൻ. ഇതുപോലെ സൈക്ലോഹെപ്റ്റൈൻ, സൈക്ലോഒക്ടൈൻ, സൈക്ലോനൈൻ, സൈക്ലോഡെക്കൈൻ, ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പൊ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, സൈക്ലോ എന്ന് പറഞ്ഞ ടൈം ഫ്രണ്ടിൽ ചേർക്കും. നമ്മൾ ഇതുവരെ ഇത്രയും പഠിച്ച കോമ്പൗണ്ട്സ് ഒരു കാറ്റഗറിയിലെ പെടും. ആ കാറ്റഗറിയാണ് ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺസ്.
ഇതുവരെ പഠിച്ച എല്ലാ ആൾക്കാരും ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺസ്. ഇനി ഒരു കേസും കൂടി ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ പഠിച്ചതെല്ലാം ഏത് ബോണ്ടിനെ കുറിച്ചാണ്? ഏത് ബോണ്ടുള്ള കോമ്പൗണ്ട്സ് നോക്കിയതല്ല? സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സ് നോക്കിയത്. ഇനി ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സ് ചെയ്തത്. നിങ്ങൾ അതിന്റെ പേര് പറയാൻ ശ്രമിച്ചു നോക്കണം കേട്ടോ. ഈ ഒരു കോമ്പൗണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരും. ഒന്ന് ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ കറക്റ്റ് ചെയ്ത് നോക്കുക. മുകളിൽ ലെഫ്റ്റ് സൈഡിലുള്ള കാർബണിന് എത്ര ഹൈഡ്രജൻ വേണമെങ്കിൽ കൈ കൊണ്ട് കാണിച്ചാൽ മതി. 2. 2. എല്ലാരും കാണിക്കണം കേട്ടോ, ബാക്കിയുള്ളവർ ഇങ്ങനെ വെറുതെ കെട്ടിരിക്കില്ല. 2. ടോപ്പിലെ റൈറ്റിലുള്ള കാർബണിന് എത്ര വേണമെങ്കിൽ? 1 CH. ബോട്ടം ലെഫ്റ്റിലുള്ള കാർബണിനോ? ബോട്ടം താഴെ ലെഫ്റ്റില് 2. നോക്കി ഇവിടെ ഒരു 2 ബോണ്ട് ആയിട്ടുണ്ട് ഇവിടെ ഓൾറെഡി. പിന്നെ 2 ബോണ്ട് കൂടി വേണം. ബോട്ടം റൈറ്റിലോ? 1. CH. ഇതാണ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിന്റെ പേര് എന്തായിരിക്കും? വീട്ടിൽ ചോദിക്കാം കേട്ടോ. കോമ്പൗണ്ടിന്റെ പേര് എന്തായിരിക്കും? പറഞ്ഞു നോക്കിക്കോ. അമീനെ, സുഖായോ അമീൻ? പ്ലാസ്റ്റർ കഴിച്ചോ? നടന്നു തുടങ്ങിയോ? കാലുകുത്തി പേരറിയോ കോമ്പൗണ്ട്? കോമ്പൗണ്ടിന്റെ പേരറിയോ? സ്പെല്ലിംഗ് പറ. BUT ചെയ്ത് പറഞ്ഞോ? ക്വസ്റ്റ്യൻ അല്ല, പറഞ്ഞോ. ENE. പറയാൻ പേടിയല്ല എല്ലാവർക്കും. തെറ്റിപ്പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ തരുമോ എന്നുള്ള പേടിയാണോ? ഇതാണ് കേട്ടോ കോമ്പൗണ്ട് പേര്. സൈക്ലോബ്യൂട്ടീൻ എന്നാ പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ആര് വന്നിട്ടുണ്ട്? ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. ഡബിൾ ബോണ്ട് തന്നെ കോമ്പൗണ്ട് നമ്മൾ സഫിക്സ് എന്താ കൊടുക്കുന്നത്? എപ്പോഴും സഫിക്സ് എന്താ കൊടുക്കുന്നത് ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട്? ENE ആണ് കൊടുക്കുന്നത് ഡബിൾ ബോണ്ട് വന്നതുകൊണ്ട്. സൈക്ലോബ്യൂട്ടി. അബിൻ ബ്യൂട്ടി. സാർ ഈ സൈക്ലോഡ് ഒന്ന് പറയാമോ? ലെഫ്റ്റ് ആയി പോയോ? സൈക്ലോ ഇനിയിപ്പോ തൽക്കാലം ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് വരും. ഇന്ന് ലാസ്റ്റ് ചോദിച്ചാൽ മതി. ലാസ്റ്റ് പറഞ്ഞു. ഈ കോമ്പൗണ്ടിന്റെ പേരെന്ന് പറഞ്ഞു ചോദിക്കുന്ന പറഞ്ഞാൽ മതി കേട്ടോ. ഹലീമേ, ഹലീം, നെയിം ദിസ് കോമ്പൗണ്ട്. സൈക്ലോപ്രോപ്പീൻ. സൈക്ലോ സ്പെല്ലിംഗ് പറ. ENE. PROPENE. സൈക്ലോപ്രോപ്പീൻ. ക്ലിയർ ആണ്? സിമ്പിൾ. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത്ര പഠിക്കാനുള്ളൂ നമുക്ക്. ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺസിൽ കോമ്പൗണ്ടിന്റെ ഷേപ്പ് മനസ്സിലാക്കണം. ഷേപ്പ് ചോദിക്കില്ല, ഷേപ്പ് വരയ്ക്കാൻ ഐഡിയ ഉണ്ടാവണം. ആ കോമ്പൗണ്ടിനെ നെയിം ചെയ്യാനുള്ള ഐഡിയ ഉണ്ടാവണം. വേറെ നമ്പറിങ്ങോ അങ്ങനത്തെ കേസ് ഒന്നും ഇതിൽ വന്നില്ല. സിമ്പിൾ നെയിമിംഗ് ആണ്. ജസ്റ്റ് എത്ര കാർബൺ ആണെന്ന് നോക്കുക, ഡബിൾ ബോണ്ട് ആണോ സിംഗിൾ ബോണ്ട് ആണോ നോക്കുക, സൈക്ലിക് ആണെങ്കിൽ സൈക്ലോ കൊടുക്കുക, ENE ഇട്ട് കഴിഞ്ഞാൽ പേരായി. വേറെ ഒന്നും ചെയ്യാനില്ല. സംശയമാണോ? സാർ ട്രിപ്പിൾ ബോണ്ടിന്റെ ഒരെണ്ണം കാണിച്ചല്ലോ. കേട്ടില്ല സാർ. ട്രിപ്പിൾ ബോണ്ടിന്റെ ഒരെണ്ണം. ട്രിപ്പിൾ ബോണ്ടിന്റെ കോമ്പൗണ്ട് ഉണ്ടാവില്ല കേട്ടോ. എന്തുകൊണ്ടാണ് കാണിച്ചത് നോക്കിയിട്ട്. ട്രിപ്പിൾ ബോണ്ടിന്റെ ഒരു കോമ്പൗണ്ട് ഞാൻ വരയ്ക്കുക. 4 നിങ്ങൾ എടുത്തു. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് വന്നു. കേട്ടോ. ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് പോസിബിൾ ആണ്. പക്ഷെ നമുക്ക് അതിൽ പഠിക്കാൻ അതിന്റെ നെയിമിംഗ് ഒന്നും പറയാനില്ല. നോക്കി ഇത് നോക്കിക്കുന്നു. ഈ കാർബൺ നോക്കിക്കേ. ഇപ്പൊ എത്ര ബോണ്ടായി? 4 ബോണ്ടായി. ഇനി ഹൈഡ്രജൻ കൊടുക്കണോ? വേണ്ട. ഇവിടെ നോക്കി, ഹൈഡ്രജൻ കൊടുക്കണോ?
വേണ്ട. താഴെയുള്ള കോമ്പൗണ്ട്, താഴെ ലെഫ്റ്റിൽ ഉള്ള കോമ്പൗണ്ടോ എത്ര കൊടുക്കണം? 2 രണ്ടെണ്ണം കൊടുക്കണം. താഴെ റൈറ്റ് സൈഡിലുള്ള കോമ്പൗണ്ടോ? 2 രണ്ടെണ്ണം. ഇത് നമുക്കിങ്ങനെ വരയ്ക്കാം, പക്ഷെ നമുക്ക് പഠിക്കാനില്ല. ഇനി കോമ്പൗണ്ടിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ കോമ്പൗണ്ട് ഉണ്ടോ എന്ന് സംശയമാണ് കേട്ടോ. ട്രിപ്പിൾ ബോണ്ടുള്ള സൈക്ലിക് കോമ്പൗണ്ട് ഇതുവരെ കേട്ടിട്ടില്ല. ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് പോസിബിൾ ആയിരിക്കാം, പോസിബിൾ ആണല്ലോ. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോസിബിൾ ആണ്. പേരിടുവാണെങ്കിൽ നമുക്ക് പേരിടാൻ പറ്റും. എന്തായിരിക്കും പേര്? ഈ കോമ്പൗണ്ടിന്റെ പേര് നിങ്ങൾക്ക് തന്നെ പറയാം റൂൾസ് വെച്ചിട്ട്. സൈക്ലോബ്യൂട്ടൈൻ എന്ന് പേര് കൊടുക്കാം. പേരൊക്കെ പോസിബിൾ ആണ്. ഇനി കോമ്പൗണ്ട് പോസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഡബിൾ ബോണ്ട് വരെയുള്ള നമുക്ക് സൈക്ലിക്കിൽ വന്നിട്ടുള്ളൂ. ഹയർ സ്റ്റഡീസിലും അതാണ് കണ്ടിട്ടുള്ളൂ ഞാൻ. ട്രിപ്പിൾ ബോണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. പോസിബിൾ ആണ്, റൂൾസ് ഒക്കെ വെച്ചിട്ട് പോസിബിൾ ആണ്. ഉണ്ടോ സാർ ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതോ? ഇതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാറുണ്ട്, പക്ഷെ അത് എഴുതി കഴിഞ്ഞാൽ ആകെ കൊള്ളായിരിക്കും. വൃത്തിയിൽ വരയ്ക്കണം. നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ട്രിപ്പിൾ ബോണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട്, ഇവിടെ സിംഗിൾ ബോണ്ട്. ആ ഇതല്ലേ സിംഗിൾ ബോണ്ടിന്റെ ഡബിൾ ബോണ്ടിന്റെ ഒക്കെ ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല. സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലുതാക്കി എഴുതണം. ഈ ഹൈഡ്രജൻ ഒന്നും നമുക്ക് ഇങ്ങനെ കൂട്ടി എഴുതാൻ പറ്റില്ല. അതിന്റെ ഇൻഡിവിജ്വൽ ബോണ്ട്സ് കൊടുത്തിട്ട് എഴുതേണ്ടി വരും. 2 ഹൈഡ്രജൻ ആണെങ്കിൽ 2 ഹൈഡ്രജന്റെ ബോണ്ട് കാണിക്കേണ്ടി വരും. ബോണ്ട് ഇത് സ്ട്രക്ചറൽ ഫോർമുലയാണ്. ഇപ്പൊ വരച്ച സ്ട്രക്ചറൽ ഫോർമുലയാണ്. എല്ലാത്തിലും വരയ്ക്കുന്ന സമയം വേസ്റ്റ് ആവും. അങ്ങനെ വരയ്ക്കാറില്ല, കണ്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല. മാർക്ക് ആരും കുറയ്ക്കൊന്നുമില്ല. പക്ഷെ എപ്പോഴും നമ്മൾ ഈ കണ്ടൻസ് ഫോർമുല എഴുതാറാണ് പതിവ്. സ്ട്രക്ചറൽ ഫോർമുല എഴുതിക്കാൻ ചിലപ്പോൾ തെറ്റിപ്പോകും. പേനെ കൊണ്ട് വരയ്ക്കണമെങ്കിൽ ഒരു ലൈൻ കൂടി പോയി വെട്ടാൻ പറ്റില്ല, പിന്നെ ഒന്നുകൊണ്ട് വരയ്ക്കേണ്ടി വരും. അഭിനെ സാർ ഇതിന് മെയിൻ ചെയിനും ബ്രാഞ്ച് ഒക്കെ ഉണ്ടോ? ഇല്ല, ഇതിനൊന്നുമില്ല കേട്ടോ. ഇതിന് മെയിൻ ചെയിനും ബ്രാഞ്ച് നമ്പറിംഗ് ഒന്നുമില്ല. ബ്രാഞ്ച് ഉണ്ട്, നമുക്ക് പഠിക്കാനില്ല. നമ്പറിംഗും ഉണ്ട്, പഠിക്കാനില്ല. സുഖമായി, ഇത്രേ ഉള്ളൂ. നമ്പറിംഗ് ഒക്കെ ഉണ്ട്, നമ്പറിംഗും ബ്രാഞ്ച് ഒക്കെ ഉണ്ട്. കോംപ്ലിക്കേഷൻസ് ഇനി വരും ഇതിന്റെ കോമ്പൗണ്ട്സിന്. റൂൾസ് ഉണ്ട്, ഇതിന് റൂൾസ് ഉണ്ട്. നമ്പറിംഗിന് റൂൾസ് ഉണ്ട്, ബ്രാഞ്ച് വന്നിന് റൂൾസ് ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഠിക്കുന്ന ഇത്രയും മാത്രമല്ല ഉള്ളത്. +1 +2 നമ്മൾ അധികം ഒന്നും പഠിക്കൂല. ഇതിന്റെ കുറച്ചുകൂടി വലുത്, ഇതിനേക്കാളും ടോപ്പിലുള്ള കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. +1 +2 വരെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും പഠിക്കില്ല. നമ്മളിപ്പോ 10th പഠിക്കുന്ന കാര്യങ്ങളിൽ തൊട്ട് മോളുള്ള സ്റ്റെപ്പ് അത്രേ പഠിക്കും. അതിന്റെ മോളുള്ള സ്റ്റെപ്പുള്ളത് എന്നെയും പഠിക്കാനുണ്ട്. ഡിഗ്രി എടുത്ത് നമുക്ക് അതിന്റെ കെമിസ്ട്രി തന്നെ പഠിക്കുന്ന കെമിസ്ട്രി ഡിഗ്രി എടുത്ത് മുകളിലോട്ട് പോകും. ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ മുകളിലുണ്ട്, PG-യിലും ഉണ്ട്. ഇതിൽ തന്നെ ഹയർ വരും. പിന്നെ ഇപ്പൊ അതിന്റെ മുകളിലുണ്ട്. അതിന്റെ മുകളിലുള്ളത് റിസർച്ച് എടുക്കുന്ന കാര്യങ്ങൾ, സംശയമുള്ള കാര്യങ്ങൾ, അതിന്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനത്തെ കുറച്ച് ഹയർ കെമിസ്ട്രി. സോ ക്ലോസ്ഡ് ചെയിൻ ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ റിംഗ് ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ സൈക്ലിക് ഹൈഡ്രോ കാർബൺസിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ആലിസൈക്ലിക് ഹൈഡ്രോ കാർബൺസ്. അതിന്റെ നെയിമിംഗ് കണ്ടു, അതിന്റെ സ്ട്രക്ചർ ഒക്കെ കണ്ടു കേട്ടോ. ഈ സെക്കൻഡ് വൺ ആണ് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. ഈ അരോമാറ്റിക്കില് അരോമ എന്ന് പറഞ്ഞൊരു ടൈം ഉണ്ട്. അരോമ, അതിന്റെ മീനിങ് അറിയാം ആർക്കെങ്കിലും? അരോമ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവർക്കും. എന്തായാലും പറഞ്ഞു, ഗൗരി പറഞ്ഞു. സുഗന്ധം എന്നാണോ? അരോമാറ്റിക്കിന്റെ സ്മെല്ല്, സുഗന്ധം, നല്ല പ്ലസന്റ് സ്മെല്ല് എന്നുള്ള മീനിങ് ആണ് അരോമാക്ക് വന്നത്. പ്ലസന്റ് സ്മെല്ല് മാത്രമല്ല കേട്ടോ അരോമയിലോ ഈ കോമ്പൗണ്ട്സിൽ വന്നത്. ഈ കോമ്പൗണ്ട്സിന്റെ ഉദ്ദേശം ഇതാണ്, അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്. ഇവർ കുറെ ടൈപ്പ് ഉണ്ട്. അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് കുറെ ടൈപ്പ് ഉണ്ട്. അതിൽ ഓരോ കോമ്പൗണ്ട്സിനും പല പല സ്മെല്ലുകളായിരിക്കും. ഒരു ഉദാഹരണത്തിന് ഫിനോൾ കണ്ടിട്ടുണ്ടോ? ഫിനോയിൽ അല്ലെങ്കിൽ ഫിനോൾ എന്ന് പറയും. വെള്ള കളറ് ബ്ലാക്ക് കുപ്പിയിൽ വരുന്നത്, ബ്ലാക്ക് ടീന്റ് ഉള്ളൊരു ചില്ലി കുപ്പിയിൽ വരും, വെള്ള കളർ ലിക്വിഡ്. ക്ലീനിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യും. ഹോസ്പിറ്റൽ സ്മെല്ല് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. ഇതിന്റെ സ്മെല്ലാണ്. ഹോസ്പിറ്റലൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഫിനോൾ യൂസ് ചെയ്തിട്ടാണ്.
കണ്ടിട്ടില്ല ആരും ഇത്. വെള്ള കളർ കോമ്പൗണ്ട്, വെള്ള കളർ ലിക്വിഡ് പോലെ ഇരിക്കും, ലിക്വിഡ് ആണത്. ഫിനോൾ ഒരു അരോമാറ്റിക് ഹൈഡ്രോകാർബൺ ആണ്. ഇതുപോലെ കുറെ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. അവർക്ക് ഓരോരുത്തരും പല പല സ്മെല്ലായിരിക്കും. ചിലത് നല്ല പ്ലസന്റ് സ്മെല്ലായിരിക്കും, നല്ല സ്വീറ്റ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും. ചിലത് ഫിനോളൊക്കെ നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്ന സ്മെല്ലല്ല, കുറച്ച് ആശുപത്രി പോയി കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള സ്മെല്ലല്ല അത്, ആ സ്മെല്ല്. അപ്പൊ ഇതുപോലത്തെ കുറെ കോമ്പൗണ്ട്സിനും പല പല ടൈപ്പിലുള്ള സ്മെല്ലുകളുണ്ട്. അതിൽ നമുക്ക് 10th ഒറ്റ കാര്യം മാത്രമേ പഠിക്കാനുള്ളൂ, അരോമാറ്റിക് ഹൈഡ്രോകാർബണിന്റെ ഷേപ്പ് നെയിം. അരോമാറ്റിക് ഹൈഡ്രോകാർബണിന്റെ ഷേപ്പ് നേരത്തെ പറഞ്ഞതുപോലെ ബയോളജിക്കൽ സെല്ല് കണ്ടിട്ടില്ലേ, ഈ ഷേപ്പാണ് കേട്ടോ അരോമാറ്റിക് ഹൈഡ്രോകാർബൺ ഉള്ളത്. ഈ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ഉണ്ടാവും അതിൽ? 6 കാർബൺ ഉണ്ടാവും. അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിന്റെ ഷേപ്പിൽ 6 കാർബൺ ഉണ്ടാവും. 6 കാർബൺ ഇങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ പിന്നെ ഉള്ള ഒരു പ്രത്യേകത, ഇതിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ഒരു ഡബിൾ ബോണ്ട് അല്ല, 3 ഡബിൾ ബോണ്ട് ഉണ്ട്. ആ 3 ഡബിൾ ബോണ്ട് അടുപ്പിച്ചല്ല കൊടുത്തിരിക്കുന്നത്. അതും ശ്രദ്ധിക്കണം. ഓൾട്ടർനേറ്റീവ് പൊസിഷൻസിലാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഡബിൾ ബോണ്ട് ഇടാൻ പറ്റില്ല, ഇവിടെ ഡബിൾ ബോണ്ട് ഇടാൻ പറ്റില്ല. ഒരു ബോണ്ട് കഴിഞ്ഞിട്ട് അടുത്ത ബോണ്ടിലാണ് ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്. ഇനി എനിക്ക് ഇവിടെ ഡബിൾ ബോണ്ട് ഇടാൻ പറ്റില്ല, തൊട്ടടുത്തുള്ള ബോണ്ടിൽ ഡബിൾ ബോണ്ട് ഇടാൻ പറ്റില്ല. അതിന്റെ അടുത്ത കാർബൺ ആറ്റത്തിന്റെ 2 കാർബൺ ആറ്റം തമ്മിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. സോ കോമ്പൗണ്ട് ഷേപ്പ് ഇങ്ങനെയാണ്. 6 കാർബൺ ആറ്റംസ് സെല്ലിന്റെ ഷേപ്പിലിരിക്കുന്നത് ഹെക്സഗന്റെ ഷേപ്പിലാണ്. അതിൽ ഓൾട്ടർനേറ്റീവ് പൊസിഷൻസിൽ ഡബിൾ ബോണ്ട് വരും. ഇനി വാലൻസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ടോപ്പിലുള്ള കാർബണിന് എത്ര വാലൻസ് വേണം? 1. റൈറ്റിൽ ഇവിടെ ഈ കാർബണിനോ എത്ര വേണം? 1. തൊട്ട് താഴെയോ റൈറ്റ് സൈഡിൽ എത്ര വേണം? 1. ഏറ്റവും താഴെയോ? അതും 1. ലെഫ്റ്റിലോ? 1. ടോപ്പിലോ? എല്ലാം 1 ആണ് കേട്ടോ. എല്ലാ കാർബണാറ്റത്തിനും 1 ആണ് വാലൻസ് വരുന്നത്. ആ കോമ്പൗണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനിയിപ്പോ ഇർഫാൻ പറഞ്ഞതുപോലെയാണെങ്കിൽ ഇതിന്റെ ഒരു ബോണ്ട് പുറത്തോട്ട് വരച്ചിട്ട് അതിന്റെ സ്ട്രക്ചറൽ ഫോമിൽ എഴുതാം. അപ്പൊ ഹൈഡ്രജൻ എഴുതാൻ പറ്റും. ഹൈഡ്രജൻ ഇവിടെ കൊണ്ട് എഴുതുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇത്ര ഉള്ള കേസ്. 6 കാർബണ് ഹെക്സഗന്റെ ഷേപ്പിൽ വരും. ഓൾട്ടർനേറ്റീവ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് വരും. ഇതുപോലെ തന്നെ ഡബിൾ ബോണ്ട് ഇടണമെന്നില്ല കേട്ടോ. ഞാനിപ്പോ ഇട്ടേക്കുന്ന ഡബിൾ ബോണ്ട് ഇങ്ങനെയാണ്. ഞാൻ വേറെ കേസ് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇങ്ങനെയും വരയ്ക്കാൻ വേണ്ടി ഡബിൾ ബോണ്ട് ഇവിടെ കൊടുക്കാം. ഇതും ശരിയാണ്, ഒരു തെറ്റുമില്ല, ഫുൾ മാർക്ക്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി ഇവരുടെ സാർ ഇപ്പൊ എല്ലാ അരോമാറ്റിക്കിന്റെ സ്ട്രക്ചർ ഇതുപോലെയാണെങ്കിൽ അപ്പൊ അതിന്റെ എല്ലാത്തിന്റെ പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും? പ്രോപ്പർട്ടീസ് സെയിം അല്ലായിരിക്കും. ഇനി എവിടെ ചേഞ്ച് വരുന്നത് ഞാൻ പറയാം. ഇതില് ഈ ഒരു ഹൈഡ്രജന് പകരം ഇവിടെ വേറെ വേറെ ആൾക്കാർ വേണമെങ്കിൽ CH3 വരാം, OH വരാം, NH2 വരാം, Cl വരാം. അങ്ങനെ പല പല ആൾക്കാർ മാറി മാറി വന്നിട്ടുണ്ട്. മാറി വരുമ്പോൾ ഇവരുടെ പ്രോപ്പർട്ടീസ് മാറിക്കൊണ്ട് ഇവരുടെ യൂസ് മാറിക്കൊണ്ട് ഇതാണ് കേട്ടോ ചേഞ്ച് വരുന്നത്. സ്ട്രക്ചർ ഈ സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചറിൽ തന്നെ പല പല സ്ഥലത്ത് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കും, ബ്രാഞ്ച് മാറിക്കൊണ്ടിരിക്കും. ഇതിന്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇതിൽ മാത്രമല്ലായിരിക്കും മാറുന്നത്. വേറൊരു ഹൈഡ്രജൻ മാറിയിട്ട് ഈ ഹൈഡ്രജൻ മാറി ഇവിടെയും വരും, 2 സ്ഥലത്ത് വരും, 3 സ്ഥലത്ത് വരും. അവിടെയൊക്കെ പോസിബിലിറ്റീസ് ആണ്. ഈ ഹൈഡ്രജൻ മാറിയിട്ട് വേറെ ആൾക്കാരോട് വരും. അവരുടെ പ്രോപ്പർട്ടീസ് മാറിക്കൊണ്ടിരിക്കും, യൂസസും മാറും. അതിനെ പറഞ്ഞ സാർ ഇതില് ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും മിക്സ് ആയിട്ടാണ് എപ്പോഴും തന്നെ? അതെ, ഈ കോമ്പൗണ്ട് എപ്പോഴും ഈ ഷേപ്പിലായിരിക്കും. ഓൾട്ടർനേറ്റീവ് പൊസിഷൻസ് ആയിരിക്കും ഡബിൾ. സാർ അപ്പൊ ഇതിന്റെ എന്താ മാറിക്കൊണ്ടിരിക്കണേ? അത് എല്ലാ കേസിലും ഒരേ സ്ട്രക്ചർ ആണോ? അല്ല, ഡിഫറെന്റ് കോമ്പൗണ്ട് ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മുകളിൽ വന്ന ആൾക്കാർ മാറിക്കൊണ്ടിരിക്കും. ബ്രാഞ്ചസ് ആയിട്ട് വന്ന എലമെന്റ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് മാറിക്കൊണ്ടിരിക്കും. CH2 വരും, CH3 വരും, OH വരും, NH2, അങ്ങനെ കുറെ കോമ്പൗണ്ട്സ് മാറി മാറി വരും ബ്രാഞ്ച് ആയിട്ട്. അപ്പോൾ ഇവിടെ പ്രോപ്പർട്ടീസ് മാറും. സാർ അപ്പൊ ഇതിന് IUPAC നെയിം ഉണ്ടോ? IUPAC നെയിം ഉണ്ട്, എല്ലാത്തിനും IUPAC നെയിം എഴുതാൻ പറ്റുന്ന. അതിനും സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, നമുക്ക് പഠിക്കാനില്ല. അത്രയും പോർഷൻ കട്ട് ചെയ്തേക്കാണ്. നിങ്ങൾ +1 പഠിക്കുന്നത്. സാർ ഇത് വേറെ ഷേപ്പിലും വരയ്ക്കാൻ പറ്റൂലേ?
ഇല്ലാട്ടോ, ഈ ഷേപ്പിൽ വരയ്ക്കേണ്ടി വരും. ഷേപ്പ് നമ്മൾ വരയ്ക്കണം. ഹെക്സഗൺ ഷേപ്പാണ് ഫോളോ ചെയ്യുന്നത്. 6 കാർബൺ. ശ്രേയ? സാർ ഇതിന് മോളിക്കുലാർ ഫോർമുല ഒക്കെ ഉണ്ടോ? അതും കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിന്റെ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കും. മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിച്ച് നോക്കാം. 6 കാർബൺ. ഓൾട്ടർനേറ്റീവ് പൊസിഷൻസിൽ ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. ഇതിന്റെ മോളിക്കുലാർ ഫോർമുല ഒന്ന് എഴുതി നോക്കിക്കേ. എത്ര കാർബൺ ഉണ്ട് ഇതിൽ? 6 കാർബൺ ഉണ്ട്. അപ്പൊ നമുക്ക് C5 C6 എഴുതാം. എത്ര ഹൈഡ്രജൻ ഉണ്ട്? അതും 6. അപ്പോൾ H6 എഴുതാം. കോമ്പൗണ്ട് മോളിക്കുലാർ ഫോർമുല C6H6. സ്ട്രക്ചർ പഠിക്കണം. ഈ ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനുള്ളത് സ്ട്രക്ചർ പഠിക്കണം, മോളിക്കുലാർ ഫോർമുല പഠിക്കണം. ഒരെണ്ണം കൂടി ഉണ്ട്, ഇയാളുടെ പേര്. ഈ വരച്ചേക്കണ കോമ്പൗണ്ടിന്റെ പേര് ബെൻസീൻ എന്നാണ്. ബെൻസീൻ. ഓക്കെ ആണോ? ഇത് IUPAC നെയിം അല്ല കേട്ടോ. ബെൻസീൻ എന്ന് പറഞ്ഞാൽ IUPAC നെയിം അല്ല. അത് കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. ഇനി ഇതിന്റെ IUPAC നെയിം വന്നത് സൈക്ലോ ഹെക്സ് 1,2,4 ട്രൈ. പഠിക്കണ്ട, എഴുതിയെടുക്കുകയും ചെയ്യണ്ട, വേണ്ട. നമുക്ക് എഴുതിയെടുത്തന്നെ നിങ്ങൾ അറിയാണ്ട് വായിച്ചു, അത് പഠിക്കാൻ ശ്രമിച്ചു, അതിന്റെ ആവശ്യം നമുക്കില്ല. IUPAC നെയിം ഏതാണ്ട് ഇത് റൂൾസ് ഉണ്ട് കേട്ടോ. റൂൾസ് ഒന്നും നമുക്കിപ്പോൾ പഠിക്കാനില്ല. അങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഇതിന്റെ പേര് കിട്ടും. തൽക്കാലം അതിന്റെ കോമൺ നെയിമായ ബെൻസീൻ പഠിച്ചാൽ മതി. ബെൻസീൻ, അതിന്റെ സ്ട്രക്ചർ, മോളിക്കുലാർ ഫോർമുല. ഇനി വേണമെങ്കിൽ നോട്ട്ബുക്കിലോട്ട് ഹെഡിങ് കൊടുത്തിട്ടൊന്ന് എഴുതിയെടുത്തോ. കാര്യങ്ങൾ എന്തെങ്കിലും എഴുതിയെടുക്കാനുണ്ടെങ്കിൽ എഴുതിയെടുത്തോ. ക്ലോസ്ഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. എഴുതിയിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ടോ. ക്ലോസ്ഡ് ചെയിൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും. അതിൽ തന്നെ 2 ഡിവിഷൻസ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ. ആലിസൈക്ലിക് ഹൈഡ്രോകാർബൺസ്, അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. ആലിസൈക്ലിക്കില് ഇപ്പൊ ഇത്രയും പറഞ്ഞ ആൾക്കാർ ക്ലോസ്ഡ് ആയിട്ടുള്ള ഓപ്പൺ ചെയിൻ പോലത്തെ ക്ലോസ്ഡ് ചെയിൻ. ഓപ്പൺ ചെയിനെ കൂട്ടിച്ചേർക്കുമ്പോൾ കിട്ടുന്ന ക്ലോസ്ഡ് ചെയിൻ. അരോമാറ്റിക് ഹൈഡ്രോകാർബൺസിന് കോമൺ ഷേപ്പ് ആണ് C6H6. Their common name is benzene. സാർ ഇപ്പൊ പറഞ്ഞൊന്ന് പറയാമോ? ഞാൻ ഒന്ന് ലെഫ്റ്റ് ആയി പോയാണ്. ഒന്നും പറഞ്ഞില്ല. ഇത് കൂടെ എഴുതിയെടുത്താൽ മതി. നോട്ട്ബുക്കില് ഓപ്പൺ ചെയിൻ ക്ലോസ്ഡ് ചെയിൻ ഹൈഡ്രോകാർബൺസിനെ കുറിച്ച് എഴുതിയെടുത്താൽ മതി. ആലിസൈക്ലിക്, അരോമാറ്റിക്. വേറെ പിന്നെ ലാസ്റ്റ് പറഞ്ഞത് ബെൻസീന്റെ സ്ട്രക്ചർ, അതിന്റെ ഫിഗർ. ആ പേരും പറഞ്ഞു കേട്ടോ. കേട്ടില്ലെങ്കിൽ ബെൻസീൻ എന്നാണ് ഈ കോമ്പൗണ്ട് പേര്. ബെൻസീൻ വേണ്ട, ബെൻസീൻ ആണ് കോമ്പൗണ്ട്. അധികം വേർഡ്സ് ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് എഴുതിയെടുത്താൽ മതി കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് എടുത്തോ. എല്ലാവരും ടോപ്പിക്കിലോട്ട് വന്നേ. Cyclic or ring compounds. Cyclic or ring compounds. വായിച്ചു തുടങ്ങാം. പെട്ടെന്ന് വായിച്ചു. You know that carbon atoms combine to form cyclic compounds. Cyclic or ring compounds are classified into 2. Alicyclic compounds
aromatic compounds. First one, alicyclic hydrocarbons. Alicyclic hydrocarbons are cyclic hydrocarbons similar to open chain hydrocarbons like alkane, alkene, alkane. അതുപോലെ തന്നെ ഓപ്പൺ ചെയിൻ പോലെ തന്നെ ഇരിക്കുന്നത്. പക്ഷെ അതിൽ 2 ഇഞ്ചിലുള്ള കാർബണായിട്ട് നമ്മൾ ബോണ്ട് ഉണ്ടാവും, ക്ലോസ്ഡ് ആയിരിക്കും. അല്ലെ, നോക്കിക്കേ, ഓപ്പൺ ചെയിൻ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്, ഈ വരച്ചേക്കുന്നതെല്ലാം ഓപ്പൺ ചെയിൻ പോലെ തന്നെയാണ് അവരുടെ രീതി ഇരിക്കുന്നത്. പക്ഷെ അവരുടെ 2 എൻഡിലുള്ള കാർബണായിട്ട് നമ്മൾ ബോണ്ട് ഉണ്ടാവും. ഇതൊക്കെ ഓപ്പൺ ചെയിൻ ആണ്, അതുകൊണ്ട് 2 വരച്ച് കാണിച്ചത്. ഓപ്പൺ ചെയിനും ക്ലോസ് ചെയിനും അടുത്തടുത്ത് വരച്ച് കാണിച്ചത്. ഓപ്പൺ ചെയിൻ പോലെ തന്നെ ഇരിക്കുന്നത്, കാർബണും ഹൈഡ്രജനും തന്നെ ഉള്ളത്, സിംഗിൾ ബോണ്ട് തന്നെയാണ് ഉള്ളത്, പക്ഷെ വ്യത്യാസം ഒരു ക്ലോസ്ഡ് ആയിരിക്കും. ഡെഫിനിഷൻ എന്ന് പറയാൻ പറ്റില്ല, അവർക്ക് ഡിസ്ക്രിപ്ഷൻ എന്താണ് അലിസൈക്ലിക് എന്ന് പറയുന്നത്. സിമിലർ ടു ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബൺസ്. സ്ട്രക്ചർ താഴെ പറഞ്ഞിട്ടുണ്ട്, പേരും കൊടുത്തിട്ടുണ്ട്. സൈക്ലോപ്രോപ്പേൻ, സൈക്ലോബ്യൂട്ടീൻ, സൈക്ലോബ്യൂട്ടേൻ. സെക്കൻഡ് കോമ്പൗണ്ട് ആണ് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് അല്ലെങ്കിൽ അരോമാറ്റിക് കോമ്പൗണ്ട്സ് ആർ cyclic compounds having their own aroma. അവർക്ക് അവരുടേതായ സ്മെല്ലുണ്ട്. Benzene is an aromatic compound having industrial importance. Industrial use ചെയ്യുന്ന compound ആണ് benzene. Benzene സ്ട്രക്ചർ താഴെ കാണിച്ചിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. നോട്ട് ഡൗൺ സ്ട്രക്ചർ. ദെൻ താഴെ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്തോ. റൈറ്റ് ഡൗൺ ദി മോളിക്കുലർ ഫോർമുല ഓഫ് benzene. കംപ്ലീറ്റ് ചെയ്തു. ലെറ്റസസ് എടുത്തേ. ലെറ്റസസ് നമുക്കത് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാനുള്ള വകുപ്പായിട്ടുണ്ട് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ വെച്ച് ബാക്കി എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് തൊട്ട് ചെയ്ത് തുടങ്ങി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോലെ ലെറ്റസസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാർക്ക് ദി മെയിൻ ചെയിൻ ഓഫ് ദി കോമ്പൗണ്ട് ബിയോൺ ബിലോ. 2 കോമ്പൗണ്ട്സ് ഉണ്ട്, അതായത് അവരുടെ മെയിൻ ചെയിൻ മാർക്ക് ചെയ്യണം. മെയിൻ ചെയിൻ ഓർ അവരുടെ ലോങ് ചെയിൻ. മെയിൻ ചെയിൻ ഓർ ലോങ് ചെയിൻ. സാർ നോട്ട്ബുക്കിലേക്ക് എഴുതണോ? ഈ ക്വസ്റ്റ്യൻ ഒന്നും എഴുതുന്നില്ല. ആ ക്വസ്റ്റ്യൻ ഒക്കെ അതിൽ മാർക്ക് ചെയ്യാവുന്നതാണ്. നോമൻക്ലേച്ചർ വരുമ്പോൾ എഴുതിയാൽ മതി, ഇത് നോക്കണമെങ്കിൽ. ഫസ്റ്റ് വൺ, ഷാരൻ. ഫസ്റ്റ് വൺ. ലെഫ്റ്റിന്ന് മുകളിലേക്ക്. ലെഫ്റ്റിന്ന് മുകളിലോട്ട്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ CH3, ലെഫ്റ്റ് സൈഡിലുള്ള CH3, മുകളിലുള്ള CH3 വരെ. അത് തന്നെയല്ലേ? അതിൽ എത്ര കാർബൺ ഉണ്ട്? അതിൽ ആ കോമ്പൗണ്ടിൽ 5 കാർബൺ ഉണ്ട്. യെസ്. അതിന്റെ പേരെന്ത് വരും? കോമ്പൗണ്ടിന്റെ പേര്. ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അവരുടെ പേരെന്ത് വരും? ചോദിക്കാട്ടോ. ബിംഷാദ് പറഞ്ഞോ, പേരെന്ത് വരും കോമ്പൗണ്ട്? ഹൈഡ്രജൻ ഉണ്ടല്ലേ? കേട്ടില്ല. എടാ, ലെറ്റസസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ല, അതന്നെ നോക്കണം. കോമ്പൗണ്ട് പേരെന്ത് വരും? കുറെ കണ്ടതാട്ടോ ഇതൊക്കെ. അറിയണോ? ഇൻഷാദേ, ഇൻഷാദ് പറഞ്ഞോ. പെന്റ് കുഴപ്പമുണ്ട് വിൻഷാദേ, കുഴപ്പമാണ്. ശരിയല്ല, എവിടെ തെറ്റിപ്പോയി? ബിലാൽ പറഞ്ഞോ. ബിലാൽ 3-methyl pentane. 3-methyl pentane. ആൻസർ അതാണ്, 3-methyl pentane. കോമ്പൗണ്ട് ഇങ്ങനെ വരയ്ക്കും. കാണിച്ചു തരാം.
5 കാർബൺ ആറ്റംസ് ഉണ്ട്. മെയിൻ ചെയിനിൽ 5 കാർബൺ ആറ്റംസ് ഉണ്ട്. CH3, CH2, C. ഇതാണ് കോമ്പൗണ്ട്. ഇല്ല, മെയിൻ ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെയിൻസ് എല്ലാം നോക്കണം കേട്ടോ. മെയിൻ ചെയിൻ എന്ന് പറയുമ്പോൾ എല്ലാം നോക്കണം, നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ചെയിനാണ്, നേരെയുള്ള ഒരു ചെയിനാണ്. ദെൻ ലെഫ്റ്റിൽ നിന്ന് ടോപ്പിലോട്ടുള്ള ഒരു ചെയിനാണ്. പിന്നെ ഇതൊരു ചെയിനാണ്. 3 ചെയിൻ ഉണ്ട്. ഇതിൽ സ്ട്രെയിറ്റ് ചെയിനിൽ 4 കാർബൺ ആറ്റം, റൈറ്റ് സൈഡിലുള്ള ചെയിനിൽ 4 കാർബൺ ആറ്റം, ലെഫ്റ്റ് സൈഡിലുള്ള ചെയിനിൽ 5 കാർബൺ ആറ്റം. ഇതിൽ ലോങ് ചെയിൻ ഏതാണ്? ലോങ് ചെയിൻ ലെഫ്റ്റ് ടു ടോപ്പിലുള്ളതാണ്. ഇതാണ് ലോങ് ചെയിൻ. ബ്രാഞ്ച് ആണ് ഇത്. ഇൻഷാദ് ഇതാണ് ബ്രാഞ്ച്. പേര് എഴുതുമ്പോൾ ബ്രാഞ്ചിന്റെ പേര് ആദ്യം എഴുതണം, മുമ്പ് എഴുതണം. നമ്പർ ഇട്ട് കൊടുക്കണം. ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും മെയിൻ ചെയിന് നമ്പർ ഇടണം. എങ്ങനെ നമ്പർ ഇട്ടാലും 1, 2, 3 തേർഡ് പൊസിഷൻ ആവും. ബ്രാഞ്ചിൽ തേർഡ് പൊസിഷൻ ആവും. സോ പേര് വരുന്നത് 3. ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ, 3 മീഥൈൽ. 5 കാർബൺ ആറ്റംസ് ഉണ്ട്. പെന്റെയിൻ, സിംഗിൾ ബോണ്ട്. അതുപോലെ അടുത്ത് നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി, സെക്കൻഡ് പാർട്ട്. അത് പറഞ്ഞു തന്നാല് പറഞ്ഞു. ഇൻസാഫെ അതിലെ മെയിൻ ചെയിൻ ഒന്ന് ഫസ്റ്റ് സെക്കൻഡ് അല്ലേ? ഫസ്റ്റിലെ സെക്കൻഡ് മെയിൻ ചെയിൻ. റൈറ്റ് ടു ടോപ്പ്. റൈറ്റിൽ നിന്ന് ടോപ്പിലോട്ട് കോമ്പൗണ്ട് വരയ്ക്കാം കേട്ടോ. ഇതാണോ പറഞ്ഞ? ആണോ സാറേ? അല്ല, ലെഫ്റ്റ് ടോപ്പ്. റൈറ്റ് ഏതാ ലെഫ്റ്റ് ഏതാ അത് പോയി തിരിച്ചറിയാൻ പറ്റില്ല. സോ ലെഫ്റ്റ് ടു ടോപ്പ്. ലെഫ്റ്റ് ടു ടോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഇത് അതിൽ 5 കാർബൺ ആറ്റം ഉണ്ട്. ഇത് നമ്മൾ ബ്രാഞ്ചസ് മെയിൻ ചെയിൻ നോക്കാൻ കഴിഞ്ഞാൽ ഇത് മെയിൻ ചെയിൻ ആണ്, ഇത് ഒരു ചെയിൻ ആണ്, ഇതൊരു ചെയിൻ ആണ്, ഇനി ഇതൊരു ചെയിൻ ആണ്. കുറെ ചെയിൻസ് ഉണ്ട്. ഈ ചെയിൻസിലൊക്കെ ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റം ഉള്ളത് 3, 5. ഇതാണ് അപ്പോൾ മെയിൻ ചെയിൻ ആയിട്ട് വരുന്നത്. ഇതാണ് മെയിൻ ചെയിൻ. അപ്പൊ ഇതിൽ എത്ര ബ്രാഞ്ച് ഉണ്ട്? ഇതിൽ രണ്ട് ബ്രാഞ്ച് ഉണ്ട് കേട്ടോ. ഒന്ന് ഇത് ലെഫ്റ്റ് സൈഡിലുള്ളത്, then താഴെയുള്ളത്. 2 ബ്രാഞ്ചും. ഏത് ബ്രാഞ്ച്? ഈത്തൈൽ ബ്രാഞ്ച് ആണ്. ഇനി നമുക്ക് നെയിം ചെയ്ത് നോക്കാം. നെയിം എന്ന് പറഞ്ഞു റുഫൈദ. നെയിം ഈത്തൈൽ പെന്റേൻ. ശരിയാണോ? അല്ല അല്ലേ? ശരിയല്ല, അല്ലെന്നല്ലേ? ഷഹാൻ പറഞ്ഞോ. 3 ഡൈമീഥൈൽ പെന്റേൻ. 3 ഡൈമീഥൈൽ പെന്റേൻ. 3,3 ഡൈമീഥൈൽ പെന്റേൻ. കറക്റ്റ് ആണോ? രണ്ടാമത് പറഞ്ഞത് കറക്റ്റ് ആണ്. റുഫൈദ മനസ്സിലായോ എവിടെ തെറ്റിയെന്ന്? കുഴപ്പമാണ്. 2 ബ്രാഞ്ചസ്, 2 സെയിം ബ്രാഞ്ചസ്. CH3 ഇതിന് നമ്മൾ നമ്പർ ചെയ്യുവാണെങ്കിൽ 1, 2, 3, 4, 5. തിരിച്ച് നമ്പർ ചെയ്യുമ്പോൾ 3 തന്നെയാണ്. ഈ കാർബണാണ് ബ്രാഞ്ച് വന്നത്. ഈ കാർബണിൽ നിന്നാണ് ബ്രാഞ്ച് വന്നത്. അപ്പൊ അതിന് 3 കിട്ടിയിരിക്കുന്നത്. അപ്പൊ 3ൽ തന്നെ 2 ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ 3,3 പറഞ്ഞിട്ടുണ്ട്. 2 ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്പർ റിപ്പീറ്റ് ചെയ്യണം. 3,3 രണ്ടും സെയിം ബ്രാഞ്ച് ആയതുകൊണ്ട് ഡൈമീഥൈൽ. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യന് see how the carbon chains are numbered. Correct the wrong numbers. ഓൾറെഡി നമ്പർ ചെയ്തിട്ടുണ്ട്. തെറ്റാണെങ്കിൽ കറക്റ്റ് ചെയ്യണം. ഇഷാൻ ഫസ്റ്റ് വൺ. ശരിയാണോ? ഫസ്റ്റ് വൺ.
സാർ ശരിയാണോ സാർ? ആണെന്നാണോ അല്ലെന്നാണോ? ശരിയാണ് ശരിയാണ്. ശരിയാണ്. ശരിയാണോ? അതെ. അതിന്റെ നെയിം എന്ന് പറഞ്ഞേ ഫാസിൽ. അതിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അതിന്റെ നെയിം എന്ത് വരും? ആ കോമ്പൗണ്ട് നെയിം. സാർ 5 കാർബൺ. അപ്പൊ പേരെന്ത് വരും? പെൻഡേറ്റ്. ബ്രാഞ്ച് ഉണ്ടോ ഇതില്? ഇല്ല, ഒരു ബ്രാഞ്ച്. ഏത് ബ്രാഞ്ച് അത്? സി മാത്രം. ഒരു കാർബണുള്ള ബ്രാഞ്ച്. അപ്പൊ ഏത് ബ്രാഞ്ച് അത്? ഫാസിലെ ഉറക്കെ പറ. ഒരു കാർബണുള്ള ബ്രാഞ്ച്. ഫാസിലെ ഒരു കാർബണുള്ള ബ്രാഞ്ച്. ഒരു കാർബണുള്ള ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു കാർബണുള്ള ബ്രാഞ്ച്. പേരെന്താ? കേട്ടില്ലടാ, ഉറക്കെ പറ. CH4. ബ്രാഞ്ചിന്റെ പേര്. സിംഗിൾ കുഴപ്പമുണ്ടോ? അബ്ദുൽ അസീസ്. ബ്രാഞ്ചിന്റെ പേരെന്താ? ഏതാ എത്രാമത്തെ? ഒരു കാർബണുള്ള ബ്രാഞ്ചിന്റെ പേര്. മീഥൈൽ. സ്പെല്ലിംഗ് പറ. ഒരു കാർബണുള്ള ബ്രാഞ്ച് മീഥൈലാണ്. ഇതാണ് കോമ്പൗണ്ട്. ഇതാണ് കോമ്പൗണ്ട്. കോമ്പൗണ്ട് നമ്പർ ചെയ്തേക്കുന്നത് 1 2 3 4 5. ഇങ്ങനെ നമ്പർ ചെയ്തേക്കുന്നത്. കോമ്പൗണ്ട് പേര് പറഞ്ഞേ. ഷുഹൈബ്. കോമ്പൗണ്ട് പേര് പറഞ്ഞു. 2-methyl pentane. 2-methyl pentane. ഇതാണ് ബ്രാഞ്ച്. ഹൈഡ്രജൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് CH3 വരും. ഒരു കാർബണുള്ള ബ്രാഞ്ച്. രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈൽ ബ്രാഞ്ച്. 5 കാർബൺ മെയിൻ ചെയിനിൽ സിംഗിൾ ബോണ്ട് പെന്റൈൻ. 2-methyl pentane. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇർഫാനെ ശംസുദ്ദീൻ. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ബി. സെക്കൻഡ് നമ്പറിംഗ് കറക്റ്റ് ആണോ? യെസ് ഓർ നോ? അല്ല. എങ്ങനെ ചേഞ്ച് കൊടുക്കണം? ആ താഴത്തുനിന്ന് 1 2 3 എനിക്ക് തോന്നണം. താഴത്തുനിന്ന് തുടങ്ങണം. താഴെ വരച്ചു നോക്കാം. ഇതാണ് കോമ്പൗണ്ട്. എവിടെ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞാൽ താഴെ റൈറ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ആണോ? അപ്പൊ 1 2 3 4 5 6 6 കാർബൺ കിട്ടി. ശരിയാണോ അത്? അതെ. പേരെന്ന് പറഞ്ഞേ. ഫസ്ന. കോമ്പൗണ്ട് പേര് പറഞ്ഞേ. ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ കോമ്പൗണ്ട് പേര് എന്ത് വരും? സർ 3 methyl hexane. 3-methyl hexane. ശരിയാണോ? അതെ. ഇതാണ് കേട്ടോ ബ്രാഞ്ച്. മെയിൻ ചെയിനിൽ ഒഴിച്ച് ബാക്കി എല്ലാം ബ്രാഞ്ചസ് ആയിരിക്കും. ഇതാണ് ബ്രാഞ്ച്. ഒരു കാർബണുള്ള ബ്രാഞ്ച് CH3 ബ്രാഞ്ച് ആയിരിക്കും. ഹൈഡ്രജൻ കൊടുത്തു കഴിഞ്ഞാൽ മീഥൈൽ ബ്രാഞ്ച് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ബ്രാഞ്ച് വന്നു 3-methyl 6 കാർബൺ ആറ്റംസ് മെയിൻ ചെയിനിൽ ഹെക്സൈൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് വൺ. അബിൻ. സാർ ഈ ബ്രാഞ്ച് ആയിട്ട് OH എന്തിനാ? ബ്രാഞ്ച് ടോയ്സ് വരും. നമ്മൾ പഠിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിപ്പിച്ചിട്ടില്ല. നാളെ പഠിക്കാം. അബിൻ പറഞ്ഞോ. അബിൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് വൺ. ABC. സാർ ലെഫ്റ്റ്. അല്ല സാർ, കറക്റ്റ് അല്ല.
എങ്ങനെ വരും? സാർ ലെഫ്റ്റ് ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും താഴെ റൈറ്റില് എൻഡ് ചെയ്യും. ടോപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് താഴെ എൻഡില് നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞ പിള്ളേരെ? എക്സാം ആണെന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ മൺഡേ? കഴിഞ്ഞു. എളുപ്പമായിരുന്നോ? അതെ സാർ. ഈ ഇതുണ്ടായിരുന്നോ? ഈ ടോപ്പിക് ഉണ്ടായിരുന്നു? ഇതില് ഏത് ക്വസ്റ്റ്യൻസാ വന്നത്? നെയിമിംഗ് ആണോ? നോമിനേച്ചർ ആണോ? അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോ? എളുപ്പമായിരുന്നോ എക്സാം മൊത്തത്തില്? എല്ലാവർക്കും സെയിം ക്വസ്റ്റ്യൻ പേപ്പർ അല്ലല്ലോ? ഡിഫറെന്റ് അല്ലേ? സെയിം ആണ്. ഞാൻ ഒന്ന് ചോദിച്ചപ്പോ സെയിം അല്ലാന്ന് പറയുന്നത് ഇല്ലേ? ദൈവാചാരാണോ പറഞ്ഞത്? ഓരോരുത്തർക്കും ഓരോ സ്കൂളിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ആന്ന് പറഞ്ഞു. ഓരോ സ്കൂളിനും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ. ഞാൻ അതാ ചോദിച്ചത്, സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആണോ? ഈ ശ്രേയ ഏത് സ്കൂളിൽ പഠിക്കണ? നിർമ്മല. നിർമ്മലക്കാരാണല്ലേ കൂടുതലുള്ളത്. അച്യുതൊക്കെ നിർമ്മലല്ലേ? അച്യുതും ഇർഫാനൊക്കെ നിർമ്മലല്ലേ? വേറെ സ്കൂൾ ഏതാ? വേറെ സ്കൂള് ഐഷ എറണാകുളത്തല്ലേ? ഐഷ ഈ ഐസോമർസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഐസോമർസ് ഉണ്ടായിരുന്നോ? ചാപ്റ്റർ ഉണ്ടായില്ല. ഇത് ഉണ്ടാവണം. ഇത് ഉണ്ടായാലേ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എളുപ്പമല്ലേ? അതായത് നമുക്ക് തീർക്കാട്ടോ. ഈ ഒരു വീക്കും കൊണ്ട് ഈ ചാപ്റ്റർ തീരും. പ്രോബബ്ലി ഫ്രൈഡേ വരെ ക്ലാസ് ഉണ്ടാവും. ഫ്രൈഡേ തേഴ്സ്ഡേ വരെ ക്ലാസ് ഉണ്ടാവും. ഇൻഫർമേഷൻ നിങ്ങൾക്ക് വന്നോളൂ. അപ്പൊ അതിനുള്ളിൽ നമ്മൾ ഈ ചാപ്റ്റർ തീർന്നിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. വേണ്ടി വരും. അങ്ങനെ ട്രാക്കിൽ എത്തുള്ളൂ. അപ്പൊ ഒന്ന് പറഞ്ഞു എവിടെ തുടങ്ങി എവിടെ അവസാനിക്കും? സാർ ലെഫ്റ്റ് ടോപ്പിൽ നിന്ന് തുടങ്ങിയിട്ട് റൈറ്റ് താഴെ. ഇതാണ് അപ്പോ മെയിൻ ചെയിൻ. എങ്ങനെ നമ്പർ ചെയ്യണം? സാർ 3 എവിടുന്ന് നമ്പർ ചെയ്യണം? സാർ ലെഫ്റ്റ് ആണോ? ലെഫ്റ്റ് താഴെ നിന്ന് നമ്പർ ചെയ്യാം. അപ്പൊ 1 2 3 4 5 6. ഇതിന്റെ പേര് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഈ കോമ്പൗണ്ടിന്റെ പേര് പഠിക്കാനില്ല. പക്ഷെ നമുക്കൊന്ന് എഴുതി നോക്കാം. എഴുതി നോക്കിയാലോ? ഞാൻ ഒരു കേസ് പറഞ്ഞു തന്നിട്ടില്ലേ? ഒരു കേസ് പറഞ്ഞില്ലായിരുന്നോ? 2 ഡിഫറെന്റ് ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പേര് കൊടുക്കണം? പറഞ്ഞില്ല. എഴുതി നോക്കാം. നമുക്ക് എഴുതി നോക്കാം. ഇതിൽ ഏതൊക്കെ ബ്രാഞ്ചസ്? ഏതൊക്കെ ബ്രാഞ്ചസ്? സാർ 3 തന്നെയല്ലേ? 3 വന്നത് അത് ഏത് ടൈപ്പ് ബ്രാഞ്ചസ് ഒക്കെയാണ്? ഇത് ഏത് ബ്രാഞ്ചാ റൈറ്റ് സൈഡിലുള്ളത്? ആ ബ്രാഞ്ചിന്റെ പേരെന്താ? മീറ്റെയിൽ ബ്രാഞ്ചാണ്. ഒരു കാരണമുള്ള ബ്രാഞ്ചാണ്. ഇത് വേറെ ബ്രാഞ്ചാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഒറ്റ ബ്രാഞ്ച് അല്ല. ഇത് എങ്ങനെ മനസ്സിലാക്കണ്ടെന്ന് ചോദിച്ചാൽ ഇത് ഈ ലൈൻ കണ്ടോ? ഈ ലൈനാ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ബോണ്ട് കഴിഞ്ഞിട്ട് വന്നതെല്ലാം ഒരു ബ്രാഞ്ചാണ്. ഈ ബോണ്ട് കഴിഞ്ഞിട്ട് വന്നതെല്ലാം വേറെ ബ്രാഞ്ചാണ്. ഈ കാർബണിൽ നിന്ന് ഞാൻ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞ ഒരു മരത്തിൽ നിന്ന് ഒരു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ആ ബ്രാഞ്ച് കഴിഞ്ഞിട്ടുള്ള എല്ലാം ആ ബ്രാഞ്ചിൽ പെട്ടതാണ്. പിന്നെ ഇവിടുന്ന് ഒരു കണക്ഷൻ വരില്ല. ഇങ്ങനൊരു കണക്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് അറിയാലോ, അതൊക്കെ ലോജിക്കലായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് കേട്ടോ. അതൊക്കെ നമ്മളൊരു മരത്തിൽ നിന്ന് ബ്രാഞ്ച് പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഈ കൺസെപ്റ്റ്. അപ്പൊ ഇതിൽ 2 ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ട്. ഒന്ന് മീറ്റെയിൽ ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിന്റെ പേര് എന്തായിരുന്നു? ലെഫ്റ്റ് സൈഡിലുള്ള ബ്രാഞ്ച് 2 കാർബണുള്ള ബ്രാഞ്ച്. ഏത് ബ്രാഞ്ച്? ഈത്തൈൽ. ഡൈ അല്ല കേട്ടോ, ഈത്തൈൽ ബ്രാഞ്ച് ആണ്. ഇത് മീഥൈൽ ബ്രാഞ്ച് ആണ്. ഇത് ഈഥൈൽ ബ്രാഞ്ച് ആണ്. 2 ഡിഫറെന്റ് ബ്രാഞ്ചസ്. അപ്പൊ ഇതിന്റെ നെയിം ചെയ്യണം നമുക്ക്. ഇതിന്റെ മെയിൻ ചെയിൽ എത്ര കാർബൺ? മെയിൻ ചെയിനിൽ
6 കാർബണാണ് മെയിൻ ചെയിൻ. അപ്പൊ എന്ത് എഴുതും വേർഡ് റൂട്ട്? വേർഡ് റൂട്ട് എന്ത് ചെയ്തു? വേർഡ് റൂട്ട് പറഞ്ഞ സ്ഥിതിക്ക് കുഴപ്പമില്ല, ഹെക്സ് എന്ന് എഴുതും. ഇനി നമുക്ക് ഏത് ബോണ്ട? സിംഗിൾ ബോണ്ട്. അപ്പൊ എന്ത് എഴുതണം? സഫിക്സ് ഇത് കഴിഞ്ഞു കേട്ടോ, നമ്മുടെ മെയിൻ ചെയിൻ കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ ബ്രാഞ്ചസിന്റെ പേരൊക്കെ നമ്മൾ എവിടെ എഴുതുന്നത്? മുമ്പാണോ ശേഷമാണോ? വേർഡ് റൂട്ടിന്റെ മുമ്പാണ് കേട്ടോ, ഇവിടെയാണ് നമ്മൾ എഴുതേണ്ടത്. ഈ പേരൊക്കെ, ഈ ബ്രാഞ്ചസിന്റെ ഒക്കെ പേര് ഇവിടെയാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് നോക്കാം, 2 ബ്രാഞ്ചസ് ഉണ്ട്, 2 ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ട്. നമ്പർ ചെയ്യുമ്പോൾ 3 വന്നത്. ഇനി ഞാൻ ടോപ്പിൽ നിന്നുള്ള നമ്പറിങ് കാണിച്ചു തരാം. 1 2 3 4 5 6. ഏതാ ലോവസ്റ്റ് നമ്പർ? 3 ആണോ 4 ആണോ? 3 അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ താഴെ നിന്നുള്ള നമ്പറിങ് എടുക്കുന്നത്. അപ്പൊ ഇതാണ് 3 ആണ് നമ്മുടെ നമ്പർ. 3-ല് മീഥൈൽ ബ്രാഞ്ച് ഉണ്ട്, 3-ല് ഈഥൈൽ ബ്രാഞ്ച് ഉണ്ട്. 3-ൽ 2 ബ്രാഞ്ചസ് ഉണ്ട്, ഒരു മീഥൈൽ ബ്രാഞ്ചും ഒരു ഈഥൈൽ ബ്രാഞ്ചും. ഇതിൽ ഡൈ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഡൈ കൊടുക്കണോ? സെയിം ബ്രാഞ്ച് അല്ലല്ലോ. നമ്മൾ കേസ് പഠിച്ചിട്ടുണ്ട്, സെയിം ബ്രാഞ്ച് ആണെങ്കിൽ മാത്രം ഡൈയും ട്രൈക്ക് കൊടുത്താൽ മതി. ഇത് 2 ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണ്. ഇനി നമുക്ക് ഇവരെ ഒന്ന് എടുത്ത് എഴുതണം. ഇവിടെ ഒന്ന് എടുത്ത് എഴുതണം. അപ്പൊ ഇതില് 2 ബ്രാഞ്ച് എഴുതണം കേട്ടോ, ഇങ്ങനെ തന്നെ എഴുതേണ്ടത്. ഇതിൽ ഏത് ബ്രാഞ്ച് ആദ്യം എഴുതണം? മീഥൈൽ എഴുതണോ ഈഥൈൽ എഴുതണം? അല്ല കേട്ടോ, മീഥൈൽ അല്ല എഴുതേണ്ടത്. അതിനൊരു റൂൾ ഉണ്ട്. റൂൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം, ഇത് കോമൺ നിങ്ങൾക്ക് പഠിക്കാനില്ല. ഇതിന്റെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് എം ആണോ ഇ ആണോ ആദ്യം വന്നത്? ആൽഫബറ്റിക് ഓർഡർ ഇ ആണ്. അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച് ഇ ആണ് ആദ്യം വന്നത്. ഇ ആദ്യം എഴുതും. അപ്പൊ ആദ്യം നമ്മൾ എഴുതുന്നത് 3 ഈഥൈൽ. ഒരു ബ്രാഞ്ച് കഴിഞ്ഞു, ഈഥൈൽ കഴിഞ്ഞു. ഇനി അടുത്ത ബ്രാഞ്ച് 3 മീഥൈലാണ്. തൊട്ടടുത്ത് തന്നെ എഴുതണം 3 സ്മോൾ ലെറ്റർ ഈഥൈൽ ഹൈഫൺ. ഇനി ഇവിടെ ഹൈഫൺ ഇടണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെ ഒരു ഹൈഫണിന്റെ ആവശ്യമില്ലേ? നമ്മൾ പഠിച്ച എങ്ങനെയാ? ഒരു ആൽഫബറ്റ് നമ്പർ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഹൈഫൺ വേണം. ഇവിടെ ഹൈഫൺ കൂടി വേണം. 3 ഈഥൈൽ 3 മീഥൈൽ, സ്പേസ് ഇല്ല, ഹെക്സൈൽ. സ്പേസ് ഇല്ല കേട്ടോ, അവിടെ സ്പേസ് ഇല്ല, ഹെക്സൈൽ. എഴുതിയെടുത്തോ, പഠിക്കണ്ട. +1 ഉപയോഗിക്കാം. ഇതൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അതിന്റെ ബാക്കിലോട്ട് പുറകിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതിന്റെ മീനിങ്, ഇതിന്റെ ഒക്കെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ. അഭിനയ സാർ, ഇത് നമുക്ക് 3 ഈഥൈൽ മീഥൈൽ ഹെക്സൈൽ എഴുതാൻ പറ്റുമോ? ഇല്ല, ഈ ഒറ്റ രീതി മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 4th 1 ചെയ്യാൻ പറ്റില്ല. 4th 1 നമ്മൾ പഠിച്ചിട്ടില്ല. പഠിച്ചു കഴിഞ്ഞ് ചെയ്യാം. സ്കൂളിൽ പഠിച്ച ഐഡിയ വെച്ച് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോ ചെയ്യണ്ട, ട്യൂഷൻ ക്ലാസ്സിൽ എടുത്ത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. Third question. Write the IUPAC name of this given compound. A, B, C, D, E, F വരെ ചെയ്യാം. A, B, C, D, E, F വരെ ചെയ്യാം. കഴിഞ്ഞു അല്ലേ? എല്ലാം കഴിഞ്ഞു. BCDEF വരെ കഴിഞ്ഞു. കുറച്ചുപേര് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്പീഡായിക്കോ. അപ്പൊ ഫസ്റ്റ് കോമ്പൗണ്ട് അഫിയ.
പേര് പറഞ്ഞു. 2-methyl pentane ശരിയാണോ? അതെ, 2-methyl pentane. ഫസ്റ്റ് വൺ പേര് വന്നത് 2-methyl pentane. മെയിൻ ചെയിൻ സ്ട്രേറ്റ് ചെയിൻ ആണ്. ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും. അത് പറ്റില്ല. റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യുമ്പോൾ 2 കിട്ടും. രണ്ടാമത്തെ കാർബണേറ്റിൽ ബ്രാഞ്ച് വരും. സോ 2-methyl pentane. നെക്സ്റ്റ് അമ്ന. 1,2-dimethyl pentane. 1,2-dimethyl pentane. ശരിയാണോ? ബാക്കിയുള്ളവർ ആണ്. വേറെ ഏതെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? അല്ല സാർ, ഇല്ല. അല്ല സാർ. ഒരു 15 അയാളൊന്ന് കംപ്ലീറ്റ് ചെയ്ത്. എന്താ എവിടെ മിസ്റ്റേക്ക് പറ്റി പറഞ്ഞു? സാർ ഒരു ബ്രാഞ്ച് ഉള്ളൂ. അതേതാ ബ്രാഞ്ച്? സാർ അത് ഈത്തേൽ ബ്രാഞ്ച് അല്ലേ? എവിടെ നിന്ന് തുടങ്ങി അവിടെ അവസാനിക്കും പറഞ്ഞു? അല്ല സോറി, സാർ അത് മറ്റേ താഴത്തെ CH3 തൊട്ട് മുകളിലത്തെ വലത്തേക്കുള്ള CH3 വരെ. അതാണ് മെയിൻ ചെയിൻ അല്ലേ? 6 കാർബൺ സാർ. ഇതാണ് മെയിൻ ചെയിൻ. അതാണ് മെയിൻ ചെയിൻ. ശ്രദ്ധയില്ലാണ്ട് ചെയ്തതിന് തെറ്റിപ്പോകും. ഞാൻ പറഞ്ഞു എല്ലാ പോസിബിൾ ചെയിനും നോക്കണം. ഇവിടെയൊക്കെ തെറ്റിപ്പോണത്. ചെറിയൊരു വളഞ്ഞൊക്കെ വന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കില്ല, ബ്രാഞ്ചാക്കി എടുക്കും. ഇതാണ് ലോങ് ചെയിൻ, ഇതാണ് മെയിൻ ചെയിൻ. ഏറ്റവും കൂടുതൽ കാർബണേറ്റുള്ള ചെയിൻ അതാണ്. 6 കാർബണേറ്റുള്ളൂ. അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ മെയിൻ ചെയിൻ കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ എന്ത് ബ്രാഞ്ച്. ഇത് ബ്രാഞ്ച് ഉള്ളൂ. ഈ നമ്പർ ചെയ്യുമ്പോൾ ലോവസ്റ്റ് നമ്പർ കിട്ടുന്നത് 1, 2, 3 തേർഡ് പൊസിഷനിൽ കിട്ടും. 3ാമത്തെ പൊസിഷനിൽ. അപ്പൊ പേര് കംപ്ലീറ്റ് കളയാനൊന്നും ഇതൊരു 3-methyl hexane. 3-methyl hexane. കറക്റ്റ് ചെയ്തോട്ടോ തെറ്റിയവര്. അടുത്ത ഷാറുഖ് സി പറഞ്ഞു വന്നു. പറഞ്ഞു. താമസമില്ല. 3-methyl. ഇത് ഏത് സി അല്ലേ പറയുന്നത്? 3-methyl heptane ആണോ? ബാക്കിയുള്ളവര് അല്ല. വലിയൊരു മിസ്റ്റേക്ക് പറ്റിയത്. മിസ്റ്റേക്ക് അവർക്ക് ഒരു കാര്യം വിട്ടുപോയി. ഇയാള് വിട്ടുപോയി. ആരേത് ഡബിൾ ബോണ്ടാണ്. ഇതിൽ ബ്രാഞ്ച് ഉണ്ടോ? ബ്രാഞ്ച് ബ്രാഞ്ച് ഇല്ല കേട്ടോ. ഈ കോമ്പൗണ്ടിൽ ബ്രാഞ്ച് ഇല്ല. ഒറ്റ ചെയിനേ ഉള്ളൂ. ഒറ്റ ചെയിനാ, നേരെയുള്ള ചെയിനാണ്. ബ്രാഞ്ച് ഒന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. 3-methyl ഒന്നും വേണ്ട. ബ്രാഞ്ചേ ഇല്ല. 7 കാർബൺ ആറ്റം. വേർഡ് റൂട്ട് ഹെപ്റ്റ്. റൂൾസ് ഒക്കെ നിങ്ങൾ പഠിക്കണം. ഇതാണ് ബൈ ഹാർട്ട് ചെയ്യണം, മനസ്സിലാക്കിയാൽ മതി. ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാലുള്ള റൂൾ എന്താണ്? വേർഡ് റൂട്ട് പ്ലസ് പൊസിഷൻ ഓഫ് ബ്രാഞ്ച്, പൊസിഷൻ ഓഫ് ബോണ്ട് പ്ലസ് സഫിക്സ്. വേർഡ് റൂട്ട് ഹെപ്റ്റ് എഴുതി. എത്രാമത്തെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്?
രണ്ട് നമ്പറിങ് നോക്കണം, എന്നിട്ട് അതിൽ ലോവസ്റ്റ് നമ്പർ എടുക്കണം. ഏതാ ലോവസ്റ്റ് നമ്പർ വരുന്നത്? 3 ആണ് ലോവസ്റ്റ് നമ്പർ വരുന്നത്. നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് നമ്പർ ചെയ്ത് നോക്കും. 1 2 3 4 5 6 7 തിരിച്ചു 1 2 3 4 5 6 7. ഇതിൽ നമ്പേഴ്സ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. 3 4 4 5 4 നമ്പേഴ്സ്. അതിൽ 3 സെലക്ട് ചെയ്യും. ലോവസ്റ്റ് നമ്പർ 3 ആണല്ലോ, അപ്പൊ 3 എഴുതി. F3 ഡബിൾ ബോണ്ട് എന്തൊരു സഫിക്സ്? ENE. F3E. F3E. റബീസ് ഉണ്ടോ? മായിൻഷ. അടുത്തത് പേര് ഡി അല്ലേ? ABCD E. ABCD E അല്ല, B. അലാം സാറേ മേളീന്ന് താഴത്തോട്ട് പേര് മാത്രം എനിക്ക് കേട്ടാണ്, വേറെ ഒന്നും കേട്ടില്ല. മാഹിൻഷ പറയുവാണോ? എന്താണ് ഇത്? കഥ എഴുതണോ? ഡബിൾ ബോണ്ട് ഉണ്ടോ ഇതിന്? സോറി സാർ ഏതാ റൂള്? ഈ റൂള് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലേ? കറക്റ്റ് ആണ് പിള്ളേര് ഇത്? ഇല്ല. സുഹൈലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സ്പെല്ലിംഗ് പറഞ്ഞു. ഹെക്സൈൻ ആണോ? ഹെക്സൈൻ ആണോ? ബ്രാഞ്ച് ഉണ്ടോ? ബ്രാഞ്ച് ഇല്ല. ചെയിൻ ആണത്. ലെഫ്റ്റിന്ന് പോയി താഴത്തോട്ട് റൈറ്റിലോട്ട് ഒറ്റ ചെയിൻ ആണ്. 6 കാർബണത്തിലുള്ള ചെയിൻ ആണ്. 1 2 3 4 5 6 ബ്രാഞ്ചേ ഇല്ല. നെക്സ്റ്റ് വൺ അല്ലമീൻ. നെക്സ്റ്റ് വൺ E. ABCD E. സാർ 2 3 ഡൈ പെൻഡെന്നാണോ? 2 3 ഡൈ പെൻഡെന്നാണോ? പെൻഡെയ്നോ? അപ്പൊ ബ്രാഞ്ചിന്റെ പേരെന്താ ഇപ്പൊ? ബ്രാഞ്ചിന്റെ പേരെന്താ ഇപ്പൊ? ബ്രാഞ്ചിന്റെ പേര് അല്ല, മറ്റേ മെതിൽ. അപ്പൊ അതെവിടെ എഴുതുന്നു? അത് ഡൈയുടെയും പെൻഡെന്റെയും ഇടക്ക്. പിന്നെ ഞാൻ പറയോ അത്? 2 3 ഡൈ മീഥൈൽ പെൻഡെയ്ൻ. മീഥൈൽ ബ്രാഞ്ച് ആണ് 2 3 ഡൈ മീഥൈൽ പെൻഡെയ്ൻ. സംശയം ഉണ്ടോ ഇതില്? ലോങ് ചെയിൻ സ്ട്രെയിറ്റ് ചെയിൻ ആണ്. സംശയമുള്ളത് കേട്ടോ. ലോങ് ചെയിൻ സ്ട്രെയിറ്റ് ചെയിൻ ആണ്. ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്യും. അപ്പൊ നമുക്ക് 3ലും 4ലും ലെഫ്റ്റിന്ന് ചെയ്യുമ്പോൾ കിട്ടും. 3ലും 4ലും ബ്രാഞ്ച് ഇത് രണ്ടുമാണ് കേട്ടോ. ഇത് രണ്ടുമാണ് ബ്രാഞ്ച്. രണ്ട് സെയിം ബ്രാഞ്ചസ് ആണ്. ഇനി നമ്മൾ തിരിച്ച് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 5 സെയിം ബ്രാഞ്ച് ആണെങ്കിൽ സമ്മ് നോക്കണം. ലെഫ്റ്റ് ടു റൈറ്റ് ആകുമ്പോൾ 3ലും 4ലും 3 + 4 7 ആണ്. റൈറ്റ് ടു ലെഫ്റ്റ് ആകുമ്പോൾ 3 + 2 5 ആണ്. ലോവസ്റ്റ് സം എന്ന് പറയുന്നത് റൈറ്റിന്റെ ലെഫ്റ്റോട്ട് നമ്പർ ചെയ്യുമ്പോഴാണ്. അപ്പൊ ആ നമ്പേഴ്സ് രണ്ടും 2 3 2 3 സെയിം ബ്രാഞ്ച് ആയതുകൊണ്ട് ഡൈ, ബ്രാഞ്ചിന്റെ പേര് മീഥൈൽ, 5 കാർബണാറ്റം മീൻ ചെയില്, പെന്റ്, സിംഗിൾ ബോണ്ട് ANE. ഇനി സപ്പോസ് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ആയിരുന്നെങ്കിലും എന്ത് വരും പേരിൽ? ആലോചിച്ച്
എക്സാമിന് വേണ്ട ക്വസ്റ്റ്യൻ അല്ലാണ്ടോ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും പേര്? പെൻഡീൻ വരുമോ? പെന്റ് വരും. ഇത്രയും കറക്റ്റ് ആണ്. 2,3 ഡൈമീഥൈലാണ്. പെന്റ് വരും. ENE എഴുതണം. പക്ഷെ ENEയുടെ പൊസിഷൻ എഴുതണല്ലോ. പൊസിഷൻ പെന്റ് 1 ENE. അത് പഠിക്കണ്ട, ജസ്റ്റ് പറഞ്ഞു കേട്ടോ. സിമ്പിൾ ആയതുകൊണ്ട് പറഞ്ഞു. പറഞ്ഞേ. പെന്റീന് എഴുതാൻ പറ്റില്ലേ? 1 ആയതുകൊണ്ട്. 1 ആയതുകൊണ്ട് പെന്റീന് എഴുതും. ആയതുകൊണ്ട് മാത്രം പെന്റീന് എഴുതാം. അപ്പൊ F നാളെ നോക്കാം. ഇതുവരെയുള്ള ടോപ്പിക്ക് കൃത്യം നാളെ പഠിച്ചുകൊണ്ട് വരണം. ക്വസ്റ്റ്യൻ തരും, ആൻസർ പറഞ്ഞില്ലെങ്കിൽ പേര് എഴുതി വെക്കും കേട്ടോ. വേറെ കൺസെഷൻ ഒന്നും ഉണ്ടാവില്ല. ഒറ്റ ചാൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ എന്തെങ്കിലും സംശയം ചോദിക്കാനുള്ള അതൊക്കെ ലീവ് ചെയ്യാം കേട്ടോ. ശരി, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സർ. അഭിനയ്. സാർ, ആ അരോമാറ്റിക്കിന് മുമ്പുള്ള ആ സൈക്ലിക്കും ആലിസൈക്ലിക്കും ഇല്ല, അതൊന്ന് പറഞ്ഞു.